താങ്ക് യു. താങ്ക് യു ബിനു സാർ. JRCM നമസ്കാരം, ജയ് ഹിന്ദ്. എന്റെ പേര് അർജുൻ, തൃശൂർ സ്വദേശിയാണ്. RCM എന്നൊരു പ്രസ്ഥാനമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇന്നേക്ക് 5 കൊല്ലം പിന്നിടുന്നു. വളരെ സജീവമായിട്ട് ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എല്ലായ്പ്പോഴും ഇങ്ങനെ ആയിരുന്നില്ല. വീട്ടിൽ RCM എന്ന മൂന്നക്ഷരം ഒരുപാട് കൊല്ലങ്ങൾക്ക് മുന്നേ 2006 തൊട്ട് ഏകദേശം കേട്ടിരുന്ന ഒരു സമയത്ത് പോലും RCMൽ എടുത്തു പറയത്തക്ക ഉൽപ്പന്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ മുഖം തിരിഞ്ഞ ഒരാളാണ്. എന്നിരുന്നാൽ പോലും അച്ഛൻ എന്നൊരു വ്യക്തി ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ എതിർക്കാനൊന്നും നിന്നില്ല. കാരണം എന്നെക്കാളും ബുദ്ധിമാനാണ്, എന്നെക്കാളും ലോകം കണ്ട ഒരാളാണ്. തീർച്ചയായിട്ടും എടുത്ത തീരുമാനം നല്ലതായിരിക്കുന്ന ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിന്നു. വേണ്ട സഹായങ്ങൾ ഷോപ്പ് കേന്ദ്രീകരിച്ചിട്ടും അല്ലാതെയുമായിട്ട് ചെയ്തു. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലൊരു ആഗ്രഹം വന്നു, ഈ ഒരു പ്രസ്ഥാനം വെച്ച് എത്ര കാലം അച്ഛൻ മുന്നോട്ട് പോകും? അച്ഛൻ മുന്നോട്ട് പോയാലില്ലെങ്കിലും എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ, കാരണം ഞാൻ ചെറുപ്പാണ്. അങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂര് ഒരുപാട് കമ്പനികൾ അപ്ലിക്കേഷൻ കൊടുത്തെങ്കിലും കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. അങ്ങനെ ഒരു 2 മാസം അവിടെ തള്ളി നീക്കിയപ്പോൾ യാദൃശികമായിട്ട് മുന്നേ കൊടുത്തൊരു കമ്പനിയിൽ നിന്ന് ഒരു കോള് വന്നു. അങ്ങനെ കാക്കനാട് കൊച്ചിയിൽ ചെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ വിപ്രോ എന്നൊരു പ്രസ്ഥാനത്തിൽ ആദ്യമായിട്ട് ജോലി കിട്ടി, ഓഫർ ലെറ്റർ കിട്ടി. വളരെ സന്തോഷം. അന്ന് അവർ പറഞ്ഞ കാര്യം, നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പാക്കേജ് എന്ന് പറയുന്നത് ഒരു കൊല്ലത്തേക്ക് 2 ലക്ഷം രൂപ. കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഒരു കോരിത്തരിപ്പൊക്കെ ഉണ്ടായി. കാരണം വീട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു അവസരം, അത് കൂടാതെ വലിയ രീതിയിൽ ഒരു വരുമാനം കിട്ടാനുള്ള ഒരു അവസരം, സ്വന്തമായിട്ട് കാലിൽ നിൽക്കാം, സ്വന്തമായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, എന്ത് വേണേലും ചെയ്യാവുന്ന ഒരു ചങ്കൂറ്റമായി. അങ്ങനെ വണ്ടി കയറി കൊച്ചിയിൽ അവിടെ എത്തി ചെന്നു. ഒരു ആദ്യം ചെയ്ത കാര്യം ഒരു റൂം അന്വേഷിക്കുക എന്നുള്ളതാണ്. കാരണം ഇന്നും തൃശ്ശൂരിൽ നിന്ന് പോയി വരിക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം എന്റെ വർക്ക് അവേഴ്സ് അങ്ങനെയായിരുന്നു. ചില ദിവസങ്ങളിൽ മോർണിംഗ് ഷിഫ്റ്റ് ആയിരിക്കും, ചില ദിവസങ്ങളിൽ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോയി വരിക അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ വാടകയ്ക്ക് ഒരു മുറി എടുത്തു. ഒരു സിനിമയുണ്ട് അങ്ങനെ, വാടകയ്ക്ക് ഒരു മുറി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ മുറി എടുത്തു. അതിന്റെ കൂടെ ഭക്ഷണം കൂടി ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇനി വീട്ടിൽ വന്ന് ഉണ്ടാക്കി കഴിക്കാനുള്ള ത്രാണിയില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം കൂടിയുള്ള ഹോസ്റ്റൽ തപ്പാം. അങ്ങനെ 4500 രൂപ ഹോസ്റ്റലിന് പ്രതിമാസം കൊടുത്തു. ജോലിക്ക് കയറി. നല്ല ജോലി, AC റൂം, ഇഷ്ടം പോലെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കാം, ആരൊന്നും പറയില്ല. പണിയെടുത്താൽ മാത്രം മതി. ഇഷ്ടമുള്ള സമയത്ത് ചായ കുടിക്കാൻ വേണ്ടി പോവാം. അതും എന്നെ സംബന്ധിച്ച് നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം ഒരു ബ്രേക്ക് ഇട്ട് ചായ കുടിക്കാൻ പോയി, പിന്നെ ആ സമയം കോമ്പൻസേറ്റ് ചെയ്യാൻ മതി. പക്ഷെ പതുക്കെ എന്തുണ്ടായെന്ന് വെച്ചാൽ 8 മണിക്കൂറിന്റെ ജോലി 16 മണിക്കൂറായിട്ട് തീരാതെ. കാരണം എന്താ, ഇടയ്ക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകും, ഇടയ്ക്ക് ചായ കുടിക്കാൻ പോകും, ഇടയ്ക്ക് കൂട്ടുകാരന് ചായ കുടിക്കാൻ കൂട്ടുകാരന്റെ കൂടെ പോകും. ഇങ്ങനെ നോക്കി ഞാൻ അവസാനം ഹോസ്റ്റലിൽ കുറവും ഓഫീസിൽ കൂടുതലായി തുടങ്ങി. അങ്ങനെ നോക്കിയപ്പോ ഹോസ്റ്റലിൽ നിന്ന് ഭക്ഷണം കിട്ടുന്നില്ല. കാരണം ഹോസ്റ്റലിൽ പോയാലല്ലേ ഭക്ഷണം കിട്ടണ്ടോ. അപ്പൊ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി. അപ്പൊ വീണ്ടും ഒരു 2000 രൂപ അവിടെ ചെലവ് വന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ള വണ്ടി ചെലവൊക്കെ 2000 രൂപ. അങ്ങനെ എല്ലാം കൂടി നോക്കിയപ്പോ ഒരു മാസം ഏകദേശം ഒരു 9000-10000 രൂപയ്ക്ക് എടുത്ത് ചെലവ് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ആകെ കിട്ടുന്ന വരുമാനം പ്രതിമാസം 13,500 രൂപയാണ്. അപ്പൊ മിച്ചം വരുന്നത് എന്താ, ഒരു 3500 രൂപ. ഇനി ആ 3500 നിന്ന് എന്താണ് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് പിന്നീടുള്ള ചിന്ത വന്നത്. കാരണം ഇത് വീട്ടിലേക്ക് അയച്ചു കൊടുത്താൽ പിന്നെ എനിക്ക് ആ മാസം ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാവില്ല. അങ്ങനെ എന്നാലും കുഴപ്പമില്ല, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വീട്ടിൽ രാജൻ സാർ ഓൾറെഡി RCMൽ നല്ലൊരു പൊസിഷനിൽ നിന്നുകൊണ്ടിരുന്ന് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യായിരുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വരുമാനം കൂടുന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നേ വരെ എന്നോട് RCM വിപ്രോന്ന് എത്ര കിട്ടുമെന്ന് എന്നോട് ചോദിച്ചിട്ടില്ല, ഞാൻ അദ്ദേഹത്തിനോടും ചോദിച്ചിട്ടില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 2 കൊല്ലമായി. 2 കൊല്ലമായപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതായിട്ട് തലപൊക്കി തുടങ്ങി. ഉറക്കമില്ലായ്മ ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി. അസിഡിറ്റി വന്നു തുടങ്ങി. ഇത് കൂടാതെ വർക്ക് പ്രഷർ വല്ലാതെ കൂടി തുടങ്ങി. വീട്ടുകാരുമായിട്ടുള്ള ബന്ധം പതുക്കെ കുറഞ്ഞു തുടങ്ങി. വിളികൾ കുറവായി, യാത്രകൾ കുറവായി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം സുഹൃത്തുക്കളുടെ ഇടയിലായിരുന്നു കുറഞ്ഞു തുടങ്ങി. അങ്ങനെ മൊത്തത്തില് ഉറങ്ങാൻ വേണ്ടിയിട്ടും പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജീവിതമായി മാറിയപ്പോ എനിക്ക് തോന്നി ജോലി മാറേണ്ട സമയമായി. അങ്ങനെ വീട്ടിലേക്ക് 2019 ജോലി റിസൈൻ ചെയ്ത് വന്ന് അടുത്ത ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. കാരണം അവിടെ തന്നെ തുറന്നു കഴിഞ്ഞാൽ കുറെ കാശ് അവിടെ വീണ്ടും ചെലവാകും. അപ്പോൾ വീട്ടിൽ വന്ന് പതുക്കെ അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് നാൾ വന്നതിന്റെ ഒരു സന്തോഷത്തിൽ അങ്ങനെ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞ് ജോലി അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ടിക്കറ്റ് എടുത്ത് ബാംഗ്ലൂർക്ക് വീണ്ടും പോകാൻ നിൽക്കുന്ന സമയത്താണ് രാജൻ സാർ എന്നോടൊരു ചോദ്യം ചോദിച്ചു. സത്യം പറഞ്ഞാൽ ആ ചോദ്യത്തിന് എനിക്കൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല. ആ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഒരു അച്ഛനൊരു മകനോട് ചിലപ്പോൾ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അങ്ങനെ ചോദിക്കുന്നത് വളരെ റെയറാണ്. എന്നോട് ചോദിച്ചു, നീ ഹാപ്പി ആണോ ചോദിച്ചു. അപ്പൊ ഈ ഹാപ്പി ആണോ എന്നുള്ളത് ചോദിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ എന്താണ് ഹാപ്പിനെസ് എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഈ രാവിലെ എണീറ്റ് പണിക്ക് പോയി രാത്രി കടന്നുറങ്ങാൻ വരുന്നതിന് എന്ത് ഹാപ്പിനെസ്. അപ്പൊ ഞാൻ എന്താ ഹാപ്പിനെസ് എന്ന് ഉദ്ദേശിച്ച് ചോദിച്ചു. അപ്പൊ രാജൻ സാർ അന്നോട്ട് നന്നായിട്ട് ക്ലാസ് എടുക്കും. അപ്പൊ സാർ എന്ത് ചെയ്തു, സാർ ഒരു ബോർഡ് എടുത്തു. ആ ബോർഡിൽ 5 കാര്യങ്ങൾ എഴുതി. ആ 5 കാര്യങ്ങൾ എഴുതിയിട്ട് ചോദിച്ചു, ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നിന്റെ ലൈഫിൽ പര്യാപ്തമായ അളവിൽ ഉണ്ടെങ്കിൽ നീ ഹാപ്പി ആണെന്നുള്ളത്. 5 കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആരോഗ്യമാണ്. അത് ഒട്ടും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യമാണ് മണി ഫ്രീഡം. മണി ഫ്രീഡം എന്ന് വെച്ചാൽ ഫ്രീഡം ഉണ്ടാവണം ആദ്യം.
പിന്നെ വേണം മണിയോ വരുന്നില്ല, പിന്നെ ഫ്രീഡം എങ്ങനെ ഉണ്ടാവും? അപ്പൊ മണി ഫ്രീഡം ഉണ്ടായില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സമയ സ്വാതന്ത്ര്യമായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ സമയം അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇഷ്ടമുള്ള ഒരു കാര്യം പോലും അവിടെ പോയതിനു ശേഷം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അപ്പൊ അതും ഉണ്ടായിരുന്നില്ല. നാലാമത്തെ കാര്യമാണ്, എന്തെങ്കിലും നീ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു അംഗീകാരം എന്നുള്ള തലത്തിൽ നിനക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ ഞാൻ ഇരുന്ന് ആലോചിച്ചു, കിട്ടിയിട്ടുണ്ട്, ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മണിക്കൂർ ഓഫീസിൽ ചെലവഴിച്ചതിന് ഒരു മാസം എന്താ പറയാ, എംപ്ലോയി ഓഫ് ദ മന്ത് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ രാജൻ സാറിന് കിട്ടുന്ന അംഗീകാരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതൊന്നും അംഗീകാരങ്ങളായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ അതും വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. കാരണം പണിയെടുത്തേനെ കിട്ടിക്കണം, അല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ അഞ്ചാമത് ചോദിച്ചൊരു ചോദ്യമാണ്, നിനക്ക് അവിടെ പോയിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചോ, അല്ലെങ്കിൽ നിലനിൽക്കുന്ന ബന്ധങ്ങളെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചോ? അതിനും കാര്യമായിട്ട് ഉത്തരവൊന്നുമില്ല. അപ്പൊ ഈ 5 കാര്യങ്ങളും എന്റെ ലൈഫിലില്ല, പിന്നെ എന്തോന്ന് ഹാപ്പിനെസ്? എങ്ങനെയെങ്കിലും ജീവിതം തള്ളി നീക്കാന്നുള്ളത്. അപ്പൊ ഈ 5 കാര്യങ്ങളും ഞാൻ അനുഭവിക്കുന്നുണ്ട്, എന്നിലൂടെ ഒരുപാട് പേർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഐദർ യു ക്യാൻ ജോയിൻ മീ ഓർ യു ക്യാൻ സഫർ ഫോർ എ വെരി ലോങ് ടൈം. ഇങ്ങനെ തന്നെ പറഞ്ഞത്, ഐദർ യു ക്യാൻ ജോയിൻ മീ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ കുറച്ച് നാളും കൂടി ഈ കഷ്ടതകൾ ഏറി നടക്കാം. എന്തായാലും കുറച്ച് പ്രോഗ്രാമുകൾ വരുന്നുണ്ട് അർജുൻ, അതൊന്ന് അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് അറ്റൻഡ് ചെയ്തു. അങ്ങനെ കുറച്ച് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ പല ആൾക്കാരും ഇതിലൂടെ വരുമാനം, വലിയ സാധ്യതകൾ ഇതിലൂടെ അവരുടെ ജീവിതത്തിൽ തുറന്നു കാണിച്ചപ്പോൾ അവരുടെ ഉള്ളിലുണ്ടാവുന്ന സന്തോഷം ഞാൻ അനുഭവിച്ചപ്പോൾ എനിക്ക് തോന്നി, മേ ബി ഐ തിങ്ക് ഐ ഷുഡ് കൺസിഡർ ദിസ്, ഇതൊന്ന് ചെയ്ത് നോക്കാം എന്നുള്ളത്. അങ്ങനെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു, സെയിൽസിന് പോയി തുടങ്ങി. അപ്പൊ ഇതിന്റെ ഒരു കറക്റ്റ് ഒരു പിച്ചിങ് എന്താണ്, ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി. പിന്നെ ഇതിനെ മുറുക്കെ പിടിച്ച് ഈ സിസ്റ്റവുമായിട്ട് എത്രത്തോളം സിങ്ക് ആവാൻ പറ്റിയോ അത്രത്തോളം കഴിഞ്ഞ 5.25 കൊല്ലത്തിനുള്ളിൽ സിങ്ക് ആവാനുള്ള ഒരു പരിശ്രമത്തിലൂടെയാണ് ഞാൻ ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. ഓരോ ദിവസം പുതിയ കാര്യങ്ങൾ വരുമ്പോൾ എത്ര പെട്ടെന്ന് ഇതായിട്ട് സിങ്ക് ആക്കാൻ പറ്റുന്നു, അതാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴും ഞാനൊരു സ്റ്റുഡന്റ് ആണ് ഈ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച്. അപ്പൊ ഇതാണ് എന്റെ ചെറിയൊരു ചരിത്രം. ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. അത് ഞാൻ ചെറിയൊരു സ്ലൈഡ് പ്രസന്റേഷനിലൂടെയാണ് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനു മുന്നേ ഇവിടെ ഇരിക്കുന്ന 536 പേരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, സങ്കല്പിക്കുക, നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിൽ ഈ നിമിഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വരുമാനം ഈ പ്രസ്ഥാനത്തിന് തരാൻ സാധിക്കുമെങ്കിൽ, ഇപ്പൊ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ആ വരുമാനം എന്ന് പറയുന്നത് എത്രയാവണം എന്നായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുക? അതായത് എത്ര സംഖ്യ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇപ്പോ ഈ നിമിഷം, ഇപ്പൊ സമയം എത്രയായി? 9:15 എത്ര സംഖ്യ ഈ സിസ്റ്റത്തിൽ നിങ്ങൾ വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടാൻ പറ്റുമോ? എത്ര എമൗണ്ട്? രവി സാറൊക്കെ വളരെ 5 ലക്ഷം സിനർജി. യെസ്, ലിജോയ് സാർ പറഞ്ഞു 5 ലക്ഷം ഈ നിമിഷം. 1 ലക്ഷം ആര് പറഞ്ഞു? ഗോപിക ഹരി പറഞ്ഞു. രവി സാറൊക്കെ ഇവിടെ കണ്ണടയൊക്കെ വെച്ച് താടിക്ക് കൈയൊക്കെ വെച്ച് വളരെ സീരിയസ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. സാറും എഴുതുന്നു ഞാൻ വിശ്വസിക്കുന്നത്. 5 ലക്ഷം അൺലിമിറ്റഡ് എഴുതുന്നുണ്ട്, കുറച്ച് പേര് 20,000 എഴുതുന്നുണ്ട്, 1 കോടി എഴുതുന്നുണ്ട്, 2 ലക്ഷം, 5 ലക്ഷം, 2 ലക്ഷം 60,000, 1 ലക്ഷം, 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം, 1 ലാക്ക്, 1 ലാക്ക്, 5, 1, 30, അത് എനിക്ക് എണ്ണാൻ പറ്റില്ല. അത് എന്തോ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഞാൻ കണക്കിൽ കുറച്ച് വീക്ക് ആയതുകൊണ്ട് അത്രയും പൂജ്യം എനിക്ക് എണ്ണാൻ പറ്റില്ല. 50,000, 5 കോടി, 50 കോടി, 5 ലക്ഷം, 1 ലക്ഷം, 3 ലക്ഷം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇതില് 1 കോടി ആൻഡ് അൺലിമിറ്റഡ്, 1 കോടിക്ക് മുകളിലും അൺലിമിറ്റഡ് ആയിട്ടുള്ള എഴുതിയ ആൾക്കാർ വെൽ ആൻഡ് ഗുഡ്. പക്ഷെ ഇതിന് താഴെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. ഇതിന് താഴെ, ഈ ഒരു തുകയ്ക്ക് താഴെ പറഞ്ഞ കുറച്ച് ആൾക്കാർ, അതായത് 50,000 മതി, 1 ലക്ഷം മതി, 2 ലക്ഷം മതി, 3 ലക്ഷം മതി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ചെറിയൊരു കഥ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ ട്രെയിൻ ഇറങ്ങി നോക്കിയപ്പോ ഒരു ഭിക്ഷക്കാരൻ അവിടെ ഇരിക്കുന്നുണ്ട്. അയാളുടെ കയ്യിൽ ഒരു 2 ചപ്പാത്തി കയ്യിലുണ്ട്, ഒരു കട്ടോരി അപ്പുറത്തിരിക്കുന്നുണ്ട്. ഇയാൾ ഈ കട്ടോരിയിൽ ഇങ്ങനെ മുക്കിയിട്ടാണ് ഈ ചപ്പാത്തി കഴിക്കുന്നത്. അപ്പൊ ഇയാൾ എടുത്തു വന്ന് നോക്കിയപ്പോ കട്ടോരി കാലിയ, കട്ടോരിയിൽ എന്തില്ല, ഒന്നുമില്ല. അപ്പൊ ഇയാൾ ചോദിച്ചു, എടോ താൻ എന്ത് മുക്കിയിട്ട് കഴിക്കുന്നത്, ഇതിലൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു, എനിക്ക് കറി മേടിക്കാനുള്ള കാശില്ല, അതുകൊണ്ട് ഞാൻ ഇത് അച്ചാറാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചപ്പാത്തി അതിൽ മുക്കി കഴിക്കുക എന്നുള്ളത്. അപ്പൊ ഇയാൾ പറഞ്ഞു, എടാ പൊട്ടാ, എന്തായാലും നീ അത് സങ്കല്പിക്കുക, എന്നാ പിന്നെ അത് ചിക്കൻ കറിയാന്ന് വിചാരിച്ചിട്ട് മുക്കിക്കൂടെ എന്നുള്ളതാണ് ആള് ചോദിച്ചത്. അപ്പോ എന്തായാലും സങ്കല്പാണ് അല്ലെ, എന്തായാലും നമ്മളെ അവിടെ ഒന്ന് ചിന്തിക്കാൻ പറയണം, ഒന്ന് തിങ്ക് ചെയ്യാൻ പറയാണ്. അതിലെന്തിനാണ് പിശുക്ക് കാണിക്കുന്നത്? ഈ നിമിഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇത്രയും കാശ് വരാൻ അല്ലെങ്കിൽ വരുത്തുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്ന് സങ്കല്പിച്ചാൽ എന്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സങ്കല്പത്തിൽ പോലും നമ്മൾ എന്ത് ചെയ്തൊക്കെയാണ്, ലിമിറ്റ് ചെയ്തൊക്കെയാണ്. നോക്കൂ, ഈ പ്രസ്ഥാനത്തില് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരു തട ഇട്ടുകൊണ്ട് ഒരു കാര്യമില്ല. വി ഹാവ് ടു ബ്രേക്ക് ദ ലിമിറ്റ്. നമ്മുടെ ലിമിറ്റിനെ ബ്രേക്ക് ചെയ്യണം, നമ്മുടെ തിങ്കിങ്ങിനെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് എത്ര കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ്. അത് നമുക്ക് പറയാൻ പറ്റണം, കാരണം അൺലിമിറ്റഡ് തരാനുള്ള പൊട്ടൻഷ്യൽ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ കേൾക്കുന്ന കുറച്ച് പേര്
ഈ ഒരു 570 പേര് അടുത്ത കുറച്ച് നേരത്തേക്ക് എന്ത് വേണം? നിങ്ങളുടെ ചിന്താ മണ്ഡലത്തെ ഒന്ന് വികസിപ്പിക്കണം. ഒന്ന് ഹൈ ലെവലിൽ നിങ്ങൾ ചിന്തിക്കണം, ഒന്ന് മെന്റാലിറ്റി നിങ്ങൾ കൂട്ടണം, നിങ്ങളുടെ ഇമാജിനേഷൻ പവർ നിങ്ങളൊന്ന് കൂട്ടണം. കാരണം അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് സത്യങ്ങളാണ്. ഞാൻ ഇന്ന് മോട്ടിവേഷനോ അല്ലെങ്കിൽ എന്താ പറയാ ഈ ബിസിനസ് നിങ്ങൾ നിർബന്ധമായിട്ട് എന്തുകൊണ്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ കുറച്ച് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച് തരാൻ പോകുന്നത്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് RCM ചെയ്യേണ്ട ഒരു ആവശ്യകത എന്താന്നുള്ളത്. അപ്പോ ഇവിടെ ജെറോൺ സാർ ഇരിക്കുന്നുണ്ട്, തങ്കമണി ചേച്ചി ഇരിക്കുന്നുണ്ട്, സർല കുമാരി മാഡം ഇരിക്കുന്നുണ്ട്, ഉണ്ണി സാർ ഇരിക്കുന്നുണ്ട്, ഷമീർ സാർ ഇരിക്കുന്നുണ്ട്, നമ്മുടെ നിർമ്മല മാഡം, ഡൊമിനിക് സാറ്, അശോക് സാറ്, ഷിജിനി മാഡം, ഇവരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇത് കേൾക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധ ഞാൻ കുറച്ച് നേരത്തേക്ക് എന്തിന് നമ്മൾ ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള RCMലേക്ക് വരണം എന്നുള്ളത് പ്യുവർ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. RCM ലൈഫ് ബെസ്റ്റ് ലൈഫ്, ഇത് ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയാണ്. എന്തുകൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. നോക്കൂ, നമ്മൾ തുടക്കത്തിൽ ഒരു വ്യക്തിയോട് ഈ സിസ്റ്റത്തെ പറ്റി പറയുമ്പോൾ, ഈ ബിസിനസിനെ പറ്റി പറയുമ്പോൾ, ഒന്നില്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ആരോഗ്യവശത്തെ പറ്റി പറയും, അല്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രാ ഇൻകം കിട്ടേണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടാണ് ആൾക്കാർ ഇതിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പണ്ടൊക്കെ നമ്മളിത് പറയുമ്പോൾ ഇതൊരു ഓപ്ഷൻ ആയിട്ട് നമ്മൾ പറയും, സാറേ വേണമെങ്കിൽ സാറിന് ഒരു എക്സ്ട്രാ ഇൻകത്തിന്റെ ഒരു ഇതിലേക്ക് പോകാം, അല്ലെങ്കിൽ സാറിന് ആരോഗ്യം മാത്രം മെച്ചപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് സാറിന് ഇതിലേക്ക് ജോയിൻ ചെയ്യാം. ഈ രണ്ട് ഓപ്ഷൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. പക്ഷെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എക്സ്ട്രാ ഇൻകം വാങ്ങുക എന്നുള്ളതും ഹെൽത്ത് സപ്ലിമെന്റ്സ് ഉപയോഗിക്കുക എന്നുള്ളതും ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു ഓപ്ഷൻ അല്ല, അതൊരു അത്യാവശ്യമായിട്ട് മാറിക്കഴിഞ്ഞു. ഈ കാര്യം ശരിക്കും ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാർ ഉൾക്കൊണ്ടേ പറ്റൂ. നിങ്ങളുടെ ജോലിക്കൊപ്പം എക്സ്ട്രാ വരുമാനം നേടുക എന്നുള്ളതും നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താൻ എക്സ്റ്റേണൽ സപ്ലിമെന്റ്സ് എടുക്കുക എന്നുള്ളതും ഇന്നത്തെ കാലത്ത് നിങ്ങളെ സംബന്ധിച്ച് ഒരു ചോയ്സ് അല്ല, ഒരു ഓപ്ഷൻ അല്ല. പകരം അതൊരു നിർബന്ധമായി കമ്പൾസറി ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിട്ട് മാറിക്കഴിഞ്ഞു. അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി അതിനെ മാറ്റിക്കഴിഞ്ഞു. അപ്പൊ ഇനി ആരോടെങ്കിലും നമ്മൾ ഈ ബിസിനസ് പ്ലാൻ പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും വേണമെങ്കിൽ എന്നൊരു വാക്ക് അവിടെ പറയരുത്, വേണം. കാരണം ഇനി അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എക്സ്ട്രാ ഇൻകം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല, ഹെൽത്ത് സപ്ലിമെന്റ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം എക്സ്ട്രാ ഇൻകത്തിന്റെ കാര്യം തന്നെ നോക്കാം. അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിലവിലുള്ള നമ്മുടെ ജോബ് മാർക്കറ്റിന്റെ അവസ്ഥ ഇപ്പൊ എന്താന്നുള്ളതാണ്. നോക്കൂ, 52% ഇന്ത്യക്കാരും ബ്ലൂ കോളർ വർക്ക് ഫോഴ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിൽ ഈ 58% ആൾക്കാർക്കും 20,000 താഴെയാണ് പ്രതിമാസ വരുമാനം കിട്ടുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, 58% വർക്ക് ഫോഴ്സ് ഇന്ന് ബ്ലൂ കോളർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് 20,000 രൂപയ്ക്ക് താഴെ കിട്ടുന്ന വെച്ചാൽ ഇവരുടെ ജീവിത ചെലവ് എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഇവർക്ക് EMI അല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? ലോൺ അല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇതിൽ ഏത് കാറ്റഗറി ആൾക്കാരെ പെടാൻ നിങ്ങൾ നോക്കിക്കോളൂ. ഡെലിവറി എക്സിക്യൂട്ടീവ്, സെക്യൂരിറ്റി സ്റ്റാഫ്, എഡ്യൂക്കേറ്റഡ് പ്രൊഫഷണൽസ് അടക്കമുള്ള ആൾക്കാർ ഇന്ന് നമ്മുടെ എക്കോണമിയുടെ ഏറ്റവും വലിയൊരു നട്ടല്ല. പക്ഷേ ഇവരുടെ വരുമാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ചിരിക്കാനുള്ള ഒരു വകയായിട്ട് മാറും. കാരണം അത്രയും കുറഞ്ഞ വരുമാനത്തിലാണ് ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത്. 20K മന്ത്ലി സാലറി എന്ന് പറയുമ്പോൾ ഈ റെന്റും ഗ്രോസറിയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര ചെലവും എല്ലാം കൂടി കഴിഞ്ഞാൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ തന്നെ ഇന്നത്തെ പണപ്പെരുപ്പ് അതിനെ ഒന്നും അല്ലാതെ ആക്കിയിട്ട് മാറ്റിക്കളയും. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് കാശ് സ്വരുക്കൂട്ടി വെക്കാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ അവരുടെ സമ്പത്ത് വളർത്താനായിട്ട് യാതൊരു അവസരവും ഇന്ന് നിലവിലില്ല. ഞാൻ ഉബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവീസ് ഉണ്ട്. അത് നമുക്ക് വീട്ടിൽ നിന്ന് നമുക്കൊരു ടാക്സി വിളിക്കാം, അത് മൊബൈലിലൂടെ തന്നെ നമുക്ക് വിളിക്കാൻ സാധിക്കും. ഈ ഉബർ ടാക്സി ഓടിക്കുന്ന ചെറുപ്പക്കാരൻ നല്ല പഠിപ്പുള്ള ആളാ. അയാൾ ഫിൻലാൻഡിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരു ഉബറിൽ ജോയിൻ ചെയ്തു. സ്വന്തമായിട്ട് വണ്ടിയില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു, അയാൾ ഒരാളുടെ നിന്ന് വണ്ടി റെന്റിന് മേടിച്ചു. ഒരു ദിവസത്തെ വണ്ടി വാടക എന്ന് പറയുന്നത് 1000 രൂപയാണ് വണ്ടി വാടക. ഇയാൾക്ക് ഒരു ദിവസം 9-10 ഓട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ കയ്യിൽ കിട്ടുന്നത് 300-400 രൂപയാണ്. അപ്പൊ ഇയാളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് വേണം ഈ വണ്ടി വാടക കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇയാൾ ഈ ഓടി എന്തെങ്കിലും ഇതിനേക്കാളും കൂടുതൽ ഓട്ടം കിട്ടുന്ന ഒരു പ്രതീക്ഷയിലാണ് ഇയാൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ വണ്ടി സത്യത്തിൽ എന്തിലാണ് ഓടുന്നത്? നഷ്ടത്തിലാണ് ഓടുന്നത്. ഇത് ഒരാളുടെ കാര്യം മാത്രമല്ല, ഇന്ത്യയിലെ അനവധി ആൾക്കാരും ഈ പറഞ്ഞ വർക്ക് ഫോഴ്സിൽ വരുന്ന ആൾക്കാർ. ഇന്ന് നിങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുക സ്വിഗ്ഗിയാണ്, ഏറ്റവും കൂടുതൽ കാണുക സൊമാറ്റോ ആണ്, ഏറ്റവും കൂടുതൽ കാണുക ഇൻസ്റ്റാമാർട്ട് ആണ്, ഏറ്റവും കൂടുതൽ കാണുക ഇപ്പൊ പുതിയതായിട്ട് വന്ന ബ്ലിങ്കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്ഥാനമുണ്ട്. ഇതാണ് ഇവരുടെയൊക്കെ ഡെലിവറി ബോയ്കളെയാണ് നമ്മുടെ റോട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇത് കൂടാതെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, മിന്ത്ര ഇതിന്റെ ആൾക്കാരും.
ഇന്ന് ഈ കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇത്രയും കൂടാനുള്ള കാരണം ഒന്നേ ഉള്ളൂ, അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി ഇന്ന് നിലവില് സർക്കാരിനോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കോ കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഈ ജോബ് മാർക്കറ്റ് ഇന്ന് ഓരോ ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തളർന്നുകൊണ്ടിരിക്കുകയാണ്, തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടുത്ത തെളിവിലേക്ക് നമുക്ക് കിടക്കാം. ഇത് മിനിഞ്ഞാന്ന് വന്നൊരു വാർത്തയാണ്. ഇന്ന് അതൊന്നും കൂടി ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ടൈംസിൽ ഈ വാർത്ത വന്നിരുന്നു. ആമസോൺ എന്ന് പറഞ്ഞ ടെക് ജയന്റ് 14,000 എന്താ പറയുക വ്യക്തികളുടെ ജോലി കളഞ്ഞു. 14,000 ആൾക്കാരെ പിരിച്ചുവിട്ടു. എന്തുകൊണ്ടാണ്? അവര് കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ഒരു മേഖലയെ അവരുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ പറഞ്ഞ 14,000 ആൾക്കാരുടെ ജോലി ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള ഈ ഒരു പുതിയ ടെക്നോളജി ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. അവരെക്കാളും കുറഞ്ഞ ചെലവിനും അവരെക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ടും ഇതിന് ചെയ്യാൻ പറ്റുന്ന കമ്പനിക്ക് പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് കമ്പനി ഈ ഒരു ഷിഫ്റ്റിന് റെഡിയായത്. എന്നാൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി ഇവരോട് ജോലി പോയി എന്ന് പറഞ്ഞത് ഒരു ടെക്സ്റ്റ് മെസ്സേജിലൂടെയാണ്. നിങ്ങൾ ഇന്ന് വരേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ജോലി ടെർമിനേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് രാവിലെ ഇവർ എണീറ്റപ്പോൾ ആദ്യം കാണുന്നത് ഈ ടെക്സ്റ്റ് മെസ്സേജ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ അവരെ ആ പൊസിഷനിലേക്ക് ഒന്ന് സങ്കല്പിച്ച് നോക്കുക. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് വരികയാണ്, ഇന്ന് ജോലിക്ക് വരണമെന്നില്ല, നിങ്ങൾ പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും ആ നിമിഷത്തിൽ ഇല്ലാതെയാവും. അപ്പൊ ഇന്ന് ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾ വരെ ആൾക്കാരെ വേണ്ടാന്ന് പറഞ്ഞ് ഇവരെ പിരിച്ചുവിടുന്ന ഒരു കാലഘട്ടത്തിലൂടെ, ഭയാനകമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഇന്ത്യൻ കമ്പനിയാണ്. ഈ കമ്പനി ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് IT സർവീസ് കമ്പനിയാണ്. ആ കമ്പനിയിൽ നിന്ന് 12,000 പേരെയാണ് പിരിച്ചുവിട്ടത്. ഇവരുടെ പിരിച്ചുവിടലും കൂടി ആയപ്പോൾ ഇന്ന് നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ IT സെക്ടറിൽ മാത്രം 17,000 ജോലികളാണ് ഈ കൊല്ലം പിരിച്ചുവിട്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞിട്ടില്ല. IT സെക്ടർ എന്നൊരു മേഖലയിൽ ലോകമെമ്പാടും 2025 2,02,000 ആൾക്കാരെയാണ് പിരിച്ചുവിട്ടത്. ഇനി പറയുന്ന റിപ്പോർട്ട് പ്രകാരം 2,44,000 വരെ ഈ കൊല്ലം തീരുന്നേക്കാളും മുന്നേ ആൾക്കാരെ പിരിച്ചുവിടുന്നുള്ളതാണ് പറയുന്നത്. ഇത് ഞാൻ പറയുന്ന ഡാറ്റയല്ല, റാഷണൽ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള US ബേസ്ഡ് കമ്പനി പറയുന്ന ഒരു എന്താ പറയാ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. അതായത് ഏകദേശം 70% കട്ടാണ് ജോലി സംബന്ധമായിട്ടുള്ള ഈ മേഖലയിൽ വരുന്നത്, ജോബ് മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ ഒന്ന്, നല്ല പഠിപ്പുള്ള ആൾക്കാർ കുറഞ്ഞ തുകയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ മറ്റൊരു ഏരിയയിൽ പല ആൾക്കാരുടെയും ജോലി ഒരു നിമിഷത്തിൽ തന്നെ എന്ത് ചെയ്യാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇന്ത്യയിലെ അവസരങ്ങൾ കുറയാനുള്ള ഏറ്റവും വലിയ കാരണം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നു, കമ്പനികളിലോ അല്ലെങ്കിൽ ബോണ്ടുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാർക്കറ്റുകളിലോ നിക്ഷേപിക്കുന്നതിനാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പുറമേ നിന്ന് ഇന്ത്യയിലേക്ക് പണം ഒഴുകുന്നത് ലിറ്ററലി നിന്നുപോയി. ഇത് ഞാൻ പറയുന്നതല്ല, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള RBI എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം പറയുന്ന കണക്കാണ്. അതിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറയുന്നത് 159% താഴോട്ട് ഓഗസ്റ്റിലേക്ക് പോയി. 100%ത്തിനേക്കാളും താഴോട്ട് ഓഗസ്റ്റിലേക്ക് പോയി. ഇന്ത്യയിലേക്ക് വരുന്ന മണി എന്ന് പറയുന്നത് $6.49 ബില്യൺ ആണ്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നതോ $6.664 ബില്യൺ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോ നമുക്ക് അങ്ങോട്ടേക്കുള്ള നിക്ഷേപം കൂടുതലാണ്, പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് ആരും എന്ത് ചെയ്യുന്നില്ല, ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് വന്നില്ലെങ്കിൽ അവസരങ്ങൾ ഇല്ല എന്നുള്ളതാണ്. അതായത് 616 മില്യന്റെ നഷ്ടമാണ് നമ്മൾ ഈ കൊല്ലം നേരിടുന്നത്. മോർ മണി ലെഫ്റ്റ് ദൻ എൻറ്റഡ്. കൂടുതൽ കാശ് നമുക്ക് വരുന്നതിനേക്കാളും കൂടുതൽ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവരെ വികസിപ്പിക്കാനുള്ള പരിപാടിയിലാണ് ഇന്ന് ഇന്ത്യ മുന്നോട്ട് നയിക്കുന്ന ഈ ഒരു എന്താ പറയുക പ്ലാൻ എന്ന് പറയുന്നത്. ഇത് ഓഗസ്റ്റ് മാസത്തെ മാത്രം കണക്കാണ്. അപ്പൊ എന്താണ് അവസരങ്ങൾ? എന്താണ്? എല്ലാ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുക. കഴിഞ്ഞിട്ടില്ല. നമ്മൾ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇന്ന് EMI ലൈഫിലൂടെയാണ് കടന്നു പോകുന്നത്. 70% ഐഫോൺ വാങ്ങിച്ച ആൾക്കാർ, 70% ഓഫ് ഐഫോൺസ് ഇൻ ഇന്ത്യ ആർ EMI. ഈ ഐഫോണുകൾ ഇന്ത്യയിൽ വാങ്ങിക്കൂട്ടിയതിൽ 70% ഐഫോണുകൾ EMIയിലാണ് എടുത്തിരിക്കുന്നതാണ് കണക്ക് പറയുന്നത്. ഇന്ത്യയിലെ കാറുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 80% കാറുകളും ഇന്ത്യയിൽ എടുത്തിരിക്കുന്നത് EMIയിലാണ്. 33% നമ്മുടെ സാലറി എന്നത് EMI അടയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് പുതിയ കണക്ക് പറയുന്നത്. ആവറേജ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാളുടെ സാലറി വന്നു കഴിഞ്ഞാൽ അതിന് 33% EMI അടയ്ക്കാൻ വേണ്ടി പോകുന്നു. 40% വരെ അത് എത്തും. 40% വരെ EMIക്ക് വേണ്ടി മാത്രം ഇൻകത്തുനിന്ന്, വരുമാനത്തുനിന്ന് കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണെന്ന് നീങ്ങി പോകുന്നത്. ഇനി ഈ ഒരു EMI ട്രെൻഡ് കാരണം എന്ത് സംഭവിച്ചു? ഹൗസ് ഹോൾഡ് സേവിങ്സ്, അതായത് വീട്ടിൽ നമ്മൾ കുറച്ച് സേവിങ്സ് ഒക്കെ തുടക്ക കാലങ്ങളിലുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. ഇന്ന് 47 കൊല്ലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് നമുക്ക് സേവിങ്സ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. കാരണം എന്താ? ഈ EMI ചെലവുകൾ കാരണം നമ്മൾ പൊറുതി മുട്ടുകയാണ്. ഇത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലേക്ക് ഒന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞോ? ഇല്ല. ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മൾ നേരിടുന്നത് അഡൾട്രേഷൻ. ഈ അഡൾട്രേഷൻ എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് എത്തി. ഈ അടുത്ത് ഡൽഹിയിൽ നോയിഡയിൽ 550 കിലോ ഫേക്ക് പനീർ പിടിച്ചെടുത്തു. ഇത് ഞാനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ
സ്റ്റേറ്റ് ഗവൺമെന്റ് പിടിച്ചിട്ടതല്ല, FSSAI എന്ന് പറഞ്ഞിട്ട് ഫുഡ് സേഫ്റ്റി അപ്രൂവൽ കൊടുക്കുന്ന സംഘടന പിടിച്ചത് 550 കിലോ പനീർ. അത് പനീറല്ല, ഫേക്ക് പനീർ പിടിച്ചെടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് നമ്മുടെ കൺമുന്നിൽ കാണുന്ന സാധനങ്ങൾ. അങ്ങനെയാണെങ്കിൽ പൊതിഞ്ഞു തരുന്ന കാര്യത്തിൽ എന്തോരം മായമുണ്ടായിരിക്കും, എത്ര വലിയ ഹെൽത്ത് ഹസാർഡ് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസം നേരിടുന്നുണ്ട്. ഇതിന്റെ അളവ് കൂടി കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ശരീരത്തിൽ പോഷകങ്ങൾ ശരിയായ അളവിൽ നമുക്ക് കിട്ടാൻ സാധിക്കുക? അതുകൊണ്ടാണ് സപ്ലിമെന്റ്സിന്റെ ആവശ്യകത ഇന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മായമുണ്ട്, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ മായമുണ്ട്, നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ മായമുണ്ട്. ഒരു 30-40 കൊല്ലം മുന്നേ നമ്മുടെ വീടിന്റെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ ഒരു പക്ഷേ 1-2 വണ്ടികളൊക്കെ പോവായിരുന്നുള്ളൂ. ഇന്ന് നമ്മൾ ഒരു മിനിറ്റിലേക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മിനിമം 30-40 വണ്ടികൾ അറ്റ് എ ടൈം പോവും. അത്രയധികം കാർബൺ മോണോക്സൈഡ് ഇന്ന് അന്തരീക്ഷത്തിലേക്ക് റിലീസ് ആവുമ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ട്, ചെറിയ പോർഷനിലാണെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ അന്ന് ജീവിച്ച ആൾക്കാർ കഴിച്ചിരുന്ന അതേ ഭക്ഷണം തന്നെ കഴിച്ചുകൊണ്ട് മാത്രം ഇന്ന് നമുക്ക് നിലനിന്ന് പോകാൻ പറ്റില്ല. കാരണം നമ്മളൊരു ഫാസ്റ്റ് ആയ ലൈഫ് സ്റ്റൈലാണ് പോകുന്നത്. അതിനാണ് സപ്ലിമെന്റ്സിന്റെ ആവശ്യകത ഓരോ ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നത്, ഇതിനെ കവറപ്പ് ചെയ്യാൻ, ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സ്ട്രാ ഇൻകവും ഈ പറഞ്ഞ സപ്ലിമെന്റ്സും ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഒരു ഓപ്ഷൻ അല്ല, അതൊരു അത്യാവശ്യമായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഈ പറഞ്ഞ ഫാക്ട്സും ഡാറ്റയും കണ്ടു കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവും. അപ്പൊ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? ഇതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. ആ സൊല്യൂഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. ആ സൊല്യൂഷൻ 0 ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് 1 രൂപ പോലും ഈ സൊല്യൂഷന് വേണ്ടി മുടക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു റിസ്ക്കും ഇല്ല. നിങ്ങളുടെ വീട് പണയം വെക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾഡ് ലോക്കറിന് എടുത്ത് കൊടുക്കണമെന്നോ ഒന്നുമില്ല. റിസ്ക് ഫ്രീ ആണ്. ഒരു ടെൻഷനും കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയ സ്വാതന്ത്ര്യം അനുസരിച്ച് ചെയ്യാൻ പറ്റും. ആരോഗ്യദായകമാണ്, യൂസർ ഫ്രണ്ട്ലി ആണ്. ഏതൊരു സാധാരണക്കാരനും ഈ ബിസിനസ്സിൽ വന്ന് വിജയിക്കാൻ സാധിക്കും. ഈ ഓപ്പർച്യൂണിറ്റിയിൽ വന്നിട്ട് അവർക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും. പിന്നെ ഇതൊരു ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ഒരിക്കൽ വന്നാൽ നിങ്ങളുടെ ലൈഫ് ടൈം മൊത്തം ഇത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാവുമോ ഇല്ല എന്നുള്ളത് സെക്കൻഡറി കാര്യം. അത് നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ ചിന്താഗതി അനുസരിച്ചിട്ടിരിക്കും. പക്ഷേ ഒരിക്കൽ നിങ്ങൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിസ്റ്റമും ഈ സൊല്യൂഷനും നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കും. ആ സൊല്യൂഷന്റെ പേരാണ് RCM, റൈറ്റ് കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ചെറിയൊരു മാർഗം. അപ്പോ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് നമുക്ക് കരകയറാൻ പറ്റുക? ആ കരകയറാനുള്ള ഒരു അവസ്ഥ RCMലൂടെ നമ്മൾ കണ്ടെത്തിയെങ്കിൽ ഈ RCM എന്ന പ്രസ്ഥാനം നമുക്ക് എന്തൊക്കെ തരും എന്നുള്ളത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇന്ന് നമ്മളെല്ലാവരും പൊറുതിമുട്ടുന്നതാണ് വിലക്കയറ്റം. ആ വിലക്കയറ്റത്തിൽ നിന്ന് ഒരു മോചനം നമുക്ക് തരാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കും. കാരണം മാർക്കറ്റ് വിലയിനേക്കാളും കുറഞ്ഞ നിരക്കിലാണ് ഇന്ന് നമുക്ക് ഇവിടെ സാധനങ്ങൾ കിട്ടുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റ് വില അനുസരിച്ചിട്ട് ഒരു വെളിച്ചെണ്ണയ്ക്ക് 400 തൊട്ട് 450 രൂപ വരെ വില വരുന്ന സ്ഥലത്ത് ഇവിടെ വെളിച്ചെണ്ണയെക്കാളും ഗുണമേന്മയുള്ളതും 34 അസുഖങ്ങൾക്ക് മരുന്നും പ്രതിരോധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അരിയുടെ തവിടുന്നെടുക്കുന്ന ഫിസിക്കലി റിഫൈൻഡ് ആയിട്ടുള്ള ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള അവാർഡുകൾ കിട്ടിയ തവിടെണ്ണ വെറും 250 രൂപ MRP വിലയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് 200 രൂപയുടെ വ്യത്യാസം പൊതു മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതിന് പകരം നമ്മൾ RCM നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. ഇപ്പൊ ഈ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കൊരു ഉൽപ്പന്നം വന്നു, അതിന്റെ പേരാണ് ലിപ്ലഷ്. എത്ര പേര് ഇത് കണ്ടു എന്നുള്ളത് എനിക്ക് അറിയില്ല. ഈ ലിപ്ലഷ് എന്നുള്ള പ്രൊഡക്റ്റിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ലിപ്പ് ഓയിൽ അടങ്ങിയിട്ടുണ്ട്, ലിപ്സ്റ്റിക് അടങ്ങിയിട്ടുണ്ട്, ലിപ്പ് ലൈനർ അടങ്ങിയിട്ടുണ്ട്, ലിപ്പ് ഗ്ലോസ് അടങ്ങിയിട്ടുണ്ട്, ലിപ്പ് ബാം അടങ്ങിയിട്ടുണ്ട്. ഇതില് നമ്മുടെ MRP വില വരുന്നത് 799 രൂപയാണ് ഇതിന് MRP വരുന്നത്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ട്, പാരീസ് ബ്രാൻഡ് ലോറയൽ. ലോകത്തിലെ ഏറ്റവും മികച്ച കോസ്മെറ്റിക്സ് വിൽക്കുന്ന ബ്രാൻഡ് എന്ന അവകാശവാദമുള്ള ഒരു ബ്രാൻഡാണ്. അതിൽ ഞാൻ സംശയിക്കുന്നില്ല, നല്ല ബ്രാൻഡ് ആയിരിക്കാം. പക്ഷെ അത് വിദേശ കമ്പനിയാണ്. ഈ ലോറയൽ പാരീസിൽ അടങ്ങിയിരിക്കുന്ന ലിപ്പ് ഓയിലിന്റെ അതേ എക്സ്ട്രാക്ട് കണ്ടന്റ് ആണ് ഇതിലത്തെ ലിപ്പ് ഓയിൽ അടങ്ങിയിരിക്കുന്നത്. അതിന് മാർക്കറ്റിൽ വരുന്ന നിരക്ക് എന്ന് പറയുന്നത് 719 രൂപ ലിപ്പ് ഓയിലിന് മാത്രം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ലിപ്പ് ഓയിൽ കൂടാതെ ലിപ്സ്റ്റിക്, ലിപ്പ് ലൈനർ, ലിപ്പ് ഗ്ലോസ്, ലിപ്പ് ബാം അടക്കം മാത്രം 799 രൂപയെ വരുന്നുള്ളൂ. അപ്പൊ മാർക്കറ്റ് വിലയിനേക്കാളും കുറഞ്ഞ നിരക്കിലാണ് നമുക്ക് എന്ത് കിട്ടുന്ന സാധനം കിട്ടുന്നത്. ഇനി ഇതിന്റെ തന്നെ ആവണമെന്നില്ല. നമുക്ക് ഇന്ന് ആമസോണിൽ നിങ്ങൾ ലിപ്പ് ഓയിൽ ഒന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ 299 രൂപയെങ്കിലും മിനിമം ഒരു ലിപ്പ് ഓയിലിന് വരും. അവിടുന്ന് തൊട്ട് താഴേക്ക് ഒരു ലിപ്പ് ഓയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, അതിന് മുകളിൽ അതേ കാണാൻ സാധിക്കും. അവിടെയാണ് 290 രൂപ അതിന് മാത്രം വരുമ്പോൾ ഇവിടെ 799 രൂപയ്ക്ക് 5 സാധനങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു പ്രൊഡക്റ്റോട് കൂടിയിട്ട് കിട്ടുന്നത്. അപ്പൊ നോക്കൂ, ഏത് സെഗ്മെന്റ് എടുത്താലും ഇന്ന് പൊതു മാർക്കറ്റിനേക്കാളും കുറഞ്ഞ നിരക്കിലാണ് നമുക്ക് RCMലൂടെ നമുക്ക് സാധനം കിട്ടുന്നത്. ഇനി ഡിസ്കൗണ്ട്.
ഇന്ന് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് വരെ ഈ പ്രസ്ഥാനത്തിലൂടെ ഡിസ്കൗണ്ട് കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലേക്ക് 5000-6000 രൂപ കൊടുത്ത് വാങ്ങുന്നതിന് പകരം നമ്മൾ RCM എന്ന് അതേ തുകയ്ക്കോ അല്ലെങ്കിൽ മിനിമം ഒരു 2000-നോ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 അക്കമുള്ള ഒരു നമ്പർ കിട്ടും. ആ നമ്പർ വെച്ച് RCMന്റെ ഏത് ഔട്ട്ലെറ്റിലേക്ക് പോയാലും നിങ്ങൾക്ക് അരിയുടെ തവിടുന്ന് എടുക്കുന്ന ഫിസിക്കലി റിഫൈൻഡ് ആയിട്ടുള്ള ഹെൽത്ത് കാർഡ് ഓയിൽ 250 കൊടുക്കണ്ട, പകരം 208 കൊടുത്താൽ മതി. 42 രൂപയുടെ ലാഭം നിങ്ങൾക്ക് എന്തുണ്ടാവും? വീണ്ടും കിട്ടും. ഇത് ഈ ഒരു പ്രൊഡക്റ്റുമ്പോൾ മാത്രമല്ല, നിങ്ങൾ ശുചിത്വത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഇന്റിമേറ്റ് വാഷ്. ആ ഇന്റിമേറ്റ് വാഷ് നമ്മുടെ ഒടി ഏരിയകളിൽ മൂത്രമൊഴിക്കുന്ന ആ ഒരു ഏരിയയിൽ പലപ്പോഴും അമിതമായിട്ടുള്ള വെള്ളം തങ്ങി നിൽക്കുകയും അല്ലെങ്കിൽ ചൂട് തങ്ങി നിൽക്കുകയും വേർപ്പ് തങ്ങി നിൽക്കുകയും ആകുമ്പോൾ അവിടെ ഇൻഫെക്ഷൻസ് വരും, ഫംഗൽ അലർജീസ് വരും. ഇതിനൊക്കെ മാറ്റാനും അവിടുത്തെ ഫൗൾ സ്മെല്ല് മാറ്റാനും വേണ്ടിയിട്ടാണ് ഇന്റിമേറ്റ് വാഷ്. ഇതുപോലൊരു സമാന ഉൽപ്പന്നം നമ്മൾ മാർക്കറ്റിൽ നോക്കിയാൽ മിനിമം 279 രൂപ വരുന്ന സ്ഥലത്ത് ഇവിടെ നമുക്ക് MRP 219 രൂപയാണ് വരുന്നുള്ളൂ. എന്നാൽ ഒരു ഡിസ്കൗണ്ട് കാർഡ് എടുത്താലോ നമുക്കത് 119 രൂപ കിട്ടും. 100 രൂപ കുറവ് നമുക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് മാർക്കറ്റിൽ പോയിട്ട് നമ്മളൊരു കടയിൽ നിന്ന് ഒരു സാധനം മേടിച്ചാൽ 100 രൂപയുടെ ഡിഫറൻസിൽ ഏതെങ്കിലും ഒരു സാധനം കടയിൽ നിന്ന് ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് തരാൻ പറ്റുമോ? എന്തിനധികം ഡിസ്കൗണ്ട് പോലും കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു കസ്റ്റമറിനെ സംബന്ധിച്ച് ഇന്ന് വേണമെങ്കിൽ അയാൾക്ക് ഒരു ഡിസ്കൗണ്ട് കാർഡ് എടുത്ത് ആ ഡിസ്കൗണ്ടിന് അർഹത നേടാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഫ്രീ പ്രൊഡക്റ്റ്. നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ പല കടകൾ ഈ കണ്ട കാലയളവിനുള്ളിൽ പരീക്ഷിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കല്യാണിന്ന് മേടിച്ചിട്ടുണ്ടാവും, ബിസ്മിന്ന് മേടിച്ചിട്ടുണ്ടാവും, തൊട്ടടുത്തുള്ള രാമേട്ടന്റെ കൃഷ്ണേട്ടന്റെ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടാവും. ഇവിടുന്ന് എവിടുന്ന് മേടിച്ചാലും എത്ര നാൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടുന്ന് മേടിച്ചാലും കിട്ടാത്തൊരു കാര്യമാണ് ഇവിടെ RCM നമുക്ക് തരുന്നത്. അതാണ് ഫ്രീ പ്രൊഡക്റ്റ്. നിങ്ങൾ 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് നിശ്ചിതമായ ഒരു തുകയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8ാമത്തെ മാസം തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾ വാങ്ങിയ തുകയുടെ അത്ര ഉൽപ്പന്നങ്ങൾ ഏത് കടയിൽ നിന്ന് പോയിട്ട് വേണമെങ്കിലും വാങ്ങാൻ സാധിക്കും. നിങ്ങൾ 1500 PV ആണ് ചെയ്യുന്നതെങ്കിൽ 1500 DPയുടെ ഫ്രീ പ്രൊഡക്റ്റ് 8ാമത്തെ മാസം നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. നിങ്ങൾ 2500 PV ആണ് ചെയ്യുന്നതെങ്കിൽ 6 മാസം തുടർച്ചയായിട്ട് ചെയ്താൽ 2500 DPയുടെ ഫ്രീ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ 5000 ആണ് ചെയ്യുന്നതെങ്കിൽ 5000 DPയുടെ ഫ്രീ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ 10000 ആണ് ചെയ്യുന്നതെങ്കിൽ 5000 DPയുടെ ഫ്രീ പ്രൊഡക്റ്റും കിട്ടും, 3000 രൂപ ക്യാഷ് പ്രൈസും കിട്ടും. നിങ്ങൾ 25000 ആണ് ചെയ്യുന്നതെങ്കിൽ 5000 DPയുടെ ഫ്രീ പ്രൊഡക്റ്റും കിട്ടും, 12500 രൂപ ക്യാഷ് പ്രൈസും കിട്ടും. നിങ്ങൾ 50000 ആണ് ചെയ്യുന്നതെങ്കിൽ 5000 DPയുടെ ഫ്രീ പ്രൊഡക്റ്റും കിട്ടും. മിനിമം നിങ്ങൾക്ക് എത്ര കിട്ടും? 30000 രൂപ ക്യാഷ് പ്രൈസും കിട്ടും. ഇതിൽ 100 തൊട്ട് 1499 ഒരു കണക്കുണ്ട്. അത് ഞാൻ പറയാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിനിമം 1500 മേലെയെങ്കിലും നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് മറ്റേത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യം. കാരണം അത്ര കുറച്ച് ലെവലിൽ പർച്ചേസ് ചെയ്യുന്ന ആരും തന്നെ ഇല്ല. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരെ കൂടുതൽ പർച്ചേസ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരോട് RCMന്റെ ഉൽപ്പന്നങ്ങൾ ഇത്രത്തോളം ഉണ്ട്, ഇത്ര ശ്രേണിയിലുള്ള ഉൽപ്പന്നങ്ങളുണ്ട്, നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പൊ മിനിമം 1500 അതെന്റെ കാഴ്ചപ്പാടിൽ. സോ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. ഇനി 4ാമത്തതാണ് എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇൻഫോർമേഷൻ അബൌട്ട് പ്രൊഡക്റ്റ്. നോക്കൂ, നമ്മൾ ഗവൺമെന്റിന്റെ പല പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഉണരൂ ഉപഭോക്താവെ ഉണരൂ. ഇതിലൊക്കെ അവർ പറയുന്ന കാര്യം എന്താ? ഏതൊരു കസ്റ്റമറിനെ സംബന്ധിച്ചും ഏതൊരു സിറ്റിസനെ സംബന്ധിച്ചും അവർക്ക് റൈറ്റ് ടു ഇൻഫോർമേഷൻ ഉണ്ട്. കൃത്യമായിട്ടുള്ള അറിവ് അവർക്ക് ലഭിക്കണം, അല്ലെങ്കിൽ അവർക്ക് അത് കൊടുത്തേ പറ്റൂ എന്നുള്ളത് ഞാൻ പറയുന്നതല്ല, ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നതാ. പക്ഷേ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് ഏത് കടയിൽ പോയാലും നമ്മൾ അവിടെ ചെന്ന് ഒരു ഉൽപ്പന്നത്തെ പറ്റി ചോദിക്കുകയാണ്, ചേട്ടാ ഇതെന്താ സാധനം ചോദിച്ചാൽ ആൾക്ക് അറിയില്ല. ആള് പറയും അത് അതിൽ എഴുതിയിട്ടില്ല എന്താ സാധനം എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കുന്ന ഒരു പയ്യനോട് ചോദിക്കണം ഇത് എവിടെ ഇരിക്കുന്നത് ചോദിച്ചാൽ പോലും ആ പയ്യന് അറിയില്ല. ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ പോലും ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് തരാൻ പറ്റാത്ത ഷോപ്പുകളാണ് ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത്. എങ്കിൽ ഇവിടെ RCMലേക്ക് വരുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. കാരണം RCMലേക്ക് നമ്മൾ ചെന്ന് ഒരു സാധനം ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. കാരണം 10-15 മിനിറ്റ് എടുത്ത് അയാൾ ആ സാധനത്തെ പറ്റി ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇത് വേറെ ഒരു കടകളിലും നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കിട്ടില്ല. എന്തൊക്കെ അവർ പറഞ്ഞു തരിക? ഇത് എന്താണ്, വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ്, വൈ, എന്തിനാണ് ഇത് ഉപയോഗിക്കേണ്ടത്, വെൻ, എപ്പോഴാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഹു, ആരാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഹൗ, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഈ 5 കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ശേഷം മാത്രമേ അവിടെ വിൽപ്പന നടക്കുന്നുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. അപ്പൊ ഒരു ഉപഭോക്താവ് എന്ന നിലയ്ക്ക് ആ ഉൽപ്പന്നത്തിന്റെ ഗുണവും ദോഷവും അല്ലെങ്കിൽ അതിന്റെ വരും വരായകളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അത് ഉപയോഗിച്ചാൽ മതി എന്നുള്ള വ്യക്തമായ ധാരണ ആ കടക്കാരൻ നമുക്ക് തരുന്നുണ്ട്. ഇത് വേറെ ഒരു കടകളിലും നടക്കാത്ത കാര്യമാണ്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ എനർജി ഡ്രിങ്കിനെ സംബന്ധിച്ച് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് അത് കഴിക്കാൻ പാടില്ല എന്നുള്ളതുണ്ട്. കാരണം എന്താ, അവരെ സംബന്ധിച്ച് അത്ര എനർജി അത്ര ആവശ്യമില്ല. അതുകൊണ്ടാണ് ആ ഒരു അതില് എന്താ പറയുക ടോറിനും അതുപോലെ തന്നെ എനർജി ബൂസ്റ്ററൊക്കെ അടങ്ങിയിട്ടുണ്ട്. അവർക്ക് ആ സമയത്ത് അത് ആവശ്യമില്ല. ഇതൊരു കടക്കാരൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇന്ന് നമ്മളൊരു കടയിൽ പോയിട്ട് ഒരാൾ റെഡ് ബുൾ എടുക്കുകയാണ്, ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി റെഡ് ബുൾ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ആ കടക്കാരന്റെ അക്ഷരം മിണ്ടില്ല, അയാളെ കച്ചവടം നടന്നോട്ടെ എന്നാണ് വിചാരിക്കുക. എന്നാൽ അതിന്റെ പുറത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ലാക്ടേറ്റിംഗ് മദേഴ്സ് അല്ലെങ്കിൽ പ്രഗ്നന്റ് ലേഡീസ് ഇത് കഴിക്കാൻ പാടില്ല എന്നുള്ളത്.
അതാണ് RCMന്റെ ബ്യൂട്ടി. ഇവിടെ വരുന്ന ഓരോ കസ്റ്റമറിനും കിട്ടുന്നത് ഏറ്റവും ക്വാളിറ്റി സർവീസാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് ഉൽപ്പന്നത്തെ പറ്റി കീറി മുറിച്ചിട്ടാണ് ആൾക്കാർ ഓരോന്ന് പറഞ്ഞു തരാം. കസ്റ്റമർ പറയാൻ സാധ്യതയുള്ള ഒറ്റൊരു പരാതിയുള്ളൂ, അവിടെ ചെന്ന് ഇയാൾ അരമണിക്കൂർ സ്റ്റഡി ക്ലാസ് എടുത്തു എന്നുള്ളത്. പക്ഷെ ആ സ്റ്റഡി ക്ലാസ് എടുത്തുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വിശ്വസിച്ച് ആൾക്ക് ആ ഉൽപ്പന്നം ഉപയോഗിക്കാൻ സാധിക്കും. കാരണം പൊതു മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നടത്തുന്നത് കച്ചവടമാണ്, അവര് വിൽക്കുന്നത് പരസ്യവാചകങ്ങളാണ്. പക്ഷെ ഇവിടെ RCM കാരന്റെ അടുത്തേക്ക് ഒരു കസ്റ്റമർ ചെല്ലുമ്പോൾ അവിടെ വിൽക്കുന്നത് ഈ പറഞ്ഞ പരസ്യവാചകങ്ങളല്ല, പകരം അയാളുടെ എക്സ്പീരിയൻസ് ആണ്. ആ ഉൽപ്പന്നം ഉപയോഗിച്ച് അയാൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇവിടെ എന്തുണ്ട്, ഇൻഫോർമേഷൻ ഒരു പുതിയ വ്യക്തിയെ സംബന്ധിച്ച് കിട്ടുന്നുണ്ട്. പിന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം 30 ദിവസത്തെ റിട്ടേൺ പോളിസി ഉണ്ട്. ഞാൻ ഫ്രീ പ്രൊഡക്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് 6 മാസം കണ്ടിന്യൂസ് ആയി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7ാമത്തെ മാസം അല്ല ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുക, പകരം എന്താ 8ാമത്തെ മാസമാണ് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുക. അപ്പൊ 8ാമത്തെ മാസം ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാനുള്ള കാരണം വേറെ ഒന്നുമല്ല, 1 മാസത്തെ റിട്ടേൺ പോളിസി കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഇന്ന് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, മീഷോ പോലത്തെ കമ്പനികളിൽ നിങ്ങളൊരു ഉൽപ്പന്നം ഓൺലൈനായിട്ട് ഓർഡർ ചെയ്താൽ 7ഓ 8ഓ ദിവസത്തിന്റെ റിട്ടേൺ പോളിസിയാണ് ഈ കമ്പനികൾക്കുള്ളൂ. കാരണം 8ാമത്തെ 9ാമത്തെ ദിവസം ആ കമ്പനി തന്ന പ്രൊഡക്റ്റ് ചിലപ്പോൾ കേടായിക്കൂടായികയില്ല. അതുകൊണ്ട് അവർക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല, കാരണം അവർക്ക് നഷ്ടം വരും. അതുകൊണ്ട് അവർ 7ഓ 8ഓ ദിവസമാണ് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 25 കൊല്ലമായിട്ട് ഒരു കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു പരസ്യമില്ല, ഒരു ഇടത്തട്ടുകാരുമില്ല, പ്യുവർ മൗത്ത് പബ്ലിസിറ്റിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു കമ്പനിക്ക് 30 ദിവസത്തെ റിട്ടേൺ പോളിസി, അതായത് നീ ഇവിടുന്ന് സാധനം മേടിച്ചിട്ട് 30 ദിവസം നീ അത് തിരിച്ചു മറിച്ച് ഉപയോഗിച്ച് നോക്കിക്കോ, എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ നീ തിരിച്ചു കൊണ്ടുവരുന്നു പറയാനുള്ള ധൈര്യമുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളിൽ കമ്പനിക്ക് എത്ര വിശ്വാസം ഉണ്ടാവും, ആ ക്വാളിറ്റിയിൽ എത്ര എമൗണ്ട്, എത്ര ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹം നടത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ TCG എന്ന് പറഞ്ഞൊരു വ്യക്തി നടത്തുന്നുണ്ടാവും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ 30 ദിവസത്തെ റിട്ടേൺ പോളിസി ഈ കമ്പനി കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് 1 മാസം ഇടവിട്ടിട്ടാണ് നമ്മുടെ കമ്മീഷൻ വരുന്നത്. അത് ഈ ഒരു കാരണത്താലാണ്. ഇനി 6ാമത്തതാണ് ഡിജിറ്റൽ ബിൽ ഓൺ കസ്റ്റമർ ഫോൺ. നമ്മൾ അവിടെ ചെല്ലുന്നു, സാധനം മേടിക്കുന്നു, സ്പോട്ടിൽ തന്നെ നമുക്ക് ബില്ലടിച്ച് തരുന്നു. ആ ബില്ലടിച്ചതിന്റെ ഒരു ഡിജിറ്റൽ റെസിപ്റ്റ് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജിലൂടെ നിങ്ങൾ ഇത്ര രൂപയുടെ സാധനം മേടിച്ചു, ഇത്ര PV ജനറേറ്റ് ആയി എന്ന് കൊണ്ട് വരുന്നത്. ഇതിനൊരു ഗുണം എന്താ, നമുക്ക് ഈ ബില്ല് കൈപിടിച്ച് പോകേണ്ട ആവശ്യമില്ല. എപ്പോഴെങ്കിലും നമുക്കത് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, നമ്മുടെ കയ്യിൽ ഈ ഡിജിറ്റൽ കോപ്പി അതിന്റെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്കത് വാട്സാപ്പിൽ വേണമെങ്കിൽ അതിന്റെ ഡിജിറ്റൽ ബില്ല് അവർ വാട്സാപ്പിലും കൂടി ആക്കി തരും. അപ്പൊ 6ാമത്താണ് ഡിജിറ്റൽ ബിൽ ഓൺ കസ്റ്റമർ ഫോൺ. ഇനി രസകരമായ കാര്യം എന്താ വെച്ചാൽ 2020 ഇന്ത്യൻ ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ ഡിജിറ്റലൈസേഷനും ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കും കിടക്കുന്നതെങ്കിൽ 2000 തൊട്ട് തന്നെ നമുക്ക് എന്തുണ്ട്, മൊബൈലിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് വരുന്ന ഒരു വിഷണറി തിങ്കിങ് ആണ് ഈ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാസ്റ്റർ ബ്രെയിൻ. 7ാമത്തെ ഗുണം 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ്. ഇന്ന് നിങ്ങൾ ബിസ്മിയിലോ കല്യാണിലോ ലുലുലോ പോയി കഴിഞ്ഞാൽ അവിടെ പല രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾ കാണുമ്പോൾ അതിൽ പല രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾ ITC കമ്പനി പോലത്തെ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് വിദേശത്തേക്ക് പോയി അവിടെ ഡെവലപ്മെന്റ് വരുമ്പോൾ ഇവിടെ ആ ഡെവലപ്മെന്റ് ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നതിലൂടെ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കും, ഇന്ത്യയിൽ തന്നെ മണി സർക്കുലേഷൻ നടക്കുകയും ഇവിടെ ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിക്കുകയും നമ്മുടെ കുട്ടികൾ നാളെ വിദേശത്ത് പോവാതെ ഇന്ത്യയിലെ അവസരങ്ങളിലേക്ക് ചേക്കേറാനുള്ള ഒരു അവസരം നമ്മളിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ ഇതിലൂടെ സാധിക്കും. അപ്പൊ 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ 25 കൊല്ലമായിട്ട് അൺകോംപ്രമൈസ്ഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. 8ാമത്തതാണ് 100% ഒറിജിനൽ ആൻഡ് ഹെൽത്തി പ്രൊഡക്റ്റുകൾ. ഇവിടെ ചിലപ്പോൾ പുതിയ ആരെങ്കിലും വന്നിരിക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ പറയാണ്, ഇത് ഉപയോഗിച്ച് ഒറിജിനൽ ആണെന്നും 100% ആരോഗ്യം കിട്ടിയ ആൾക്കാരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ പുതിയത് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അവർക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് നമ്മളും ഇതിൽ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാലോ. ഒരാളൊരു സംശയം ചോദിച്ചിട്ടുണ്ട്, പ്രൊഡക്റ്റുകൾ ഹാഫ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഒരിക്കലും ഇല്ല. നോക്കൂ, അത് തെറ്റായ ഒരു പ്രവണതയാണ് അല്ലെ. നമ്മൾ ഉൽപ്പന്നം ഉപയോഗിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളത്, നമ്മളിപ്പോ ഞാൻ ഒരു കട നടത്തുകയാണ്, അവിടെ ഒരു ചേച്ചി വന്നു, ചേച്ചി എന്നോട് ചോദിക്കുകയാണ്, ചേട്ടാ ഞാൻ കുളിച്ചിട്ട് ബാക്കി സോപ്പ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ റിട്ടേൺ എടുക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ അത് നടപടിയാവണമെന്നൊരു കാര്യമില്ലല്ലോ അല്ലെ. അപ്പൊ അതിൽ എന്തെങ്കിലും ക്രമക്കേട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കാണിച്ചു കൊടുക്കണം. നമ്മൾ ചുമ്മാ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് പ്രൂഫായിട്ട് നമ്മൾ കമ്പനിക്ക്, അത് കമ്പനിയുടെ തന്നെ സൈറ്റില് കംപ്ലൈന്റ് ആൻഡ് റിട്രസൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതുമായി ചെന്ന് ഈ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി അതിന്റെ പ്രൂഫും കാര്യങ്ങളും ചോദിച്ച് നമ്മൾ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ഡിപ്പോയിലേക്ക് വരും. ഡിപ്പോയിൽ നിന്ന് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, റിട്ടേൺ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അതിന്റെ അർത്ഥം നമ്മൾ ഉപയോഗിച്ച പകുതി ഉള്ളപ്പോൾ മിച്ചർ പൊട്ടിച്ചോ എനിക്ക് ഇത്ര മൂന്നാലും മതിയിട്ട് എന്നാൽ ബാക്കിയുള്ളത് കമ്പനിക്ക്, അങ്ങനെയല്ല. ആ സ്നേഹം നമ്മൾ അങ്ങനെ പ്രകടിപ്പിക്കരുത്. ഇപ്പൊ നമ്മള് സോൺ പാപ്പടി എടുത്തു, അയ്യോ ഇത് ഷുഗർ ആണ്, ഇത്രയും ഷുഗർ എനിക്ക് വേണ്ട, ഞാൻ ഷുഗർ കട്ടിലാണ് 2 കഴിച്ചപ്പോൾ ഓർത്തുന്ന ബാക്കി TCG കഴിക്കാൻ പറ്റും, അങ്ങനെയല്ല. മനസ്സിലായില്ല? അപ്പൊ എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിൽ സിവിയർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കത് കമ്പനിക്ക് റിട്ടേൺ ചെയ്യാവുന്നതാണ് വിത്ത് പ്രോപ്പർ പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല ചോദ്യമാണ്. അപ്പൊ അതിന് സംശയം തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഹാൻഡ് ഡൗൺ ചെയ്തോളൂ. അപ്പോ ഹെൽത്ത് കിട്ടുന്നുണ്ട്, ഒറിജിനൽ പ്രൊഡക്റ്റ് കിട്ടുന്നു. ഒറിജിനൽ കിട്ടിയാൽ തന്നെ എന്ത് കിട്ടും,
ഹെൽത്ത് കിട്ടും അല്ലെ. ഇപ്പൊ ഞാൻ എന്റെ ബൈക്കിലോ അല്ലെങ്കിൽ എന്റെ കാറിലോ അടിക്കുന്ന എണ്ണ മോശമാണെങ്കിൽ വണ്ടി 2-3 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും വണ്ടി നിൽക്കും. എന്നാൽ ഞാൻ അതിൽ ഉപയോഗിക്കുന്ന പ്രീമിയം പെട്രോൾ ആണെങ്കിൽ വണ്ടിക്ക് നല്ല മൈലേജ് കിട്ടുന്ന മാത്രമല്ല വണ്ടിയുടെ എഞ്ചിൻ അധികം പണികളില്ലാതെ കുറച്ച് നാളും കൂടി ഈട് നിൽക്കും. സിമിലർലി നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ മോശമാണെങ്കിൽ നമ്മുടെ ശരീരം അധികം നാള് ഈട് നിൽക്കില്ല. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നം നല്ലതാണെങ്കിലോ നമ്മുടെ ശരീരം ഒരുപാട് നാള് അതിന്റെ ആരോഗ്യസ്ഥിതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഒറിജിനൽ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, നല്ല ആരോഗ്യം നമുക്ക് കിട്ടും. കഴിഞ്ഞ ഒരു 19 കൊല്ലമായിട്ട് എന്റെ വീട്ടിൽ ഒരു പാരസെറ്റമോൾ പോലും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അത് ഞാനൊരു നാച്ചുറോപ്പതി ഡോക്ടറിന്റെ മകനായതുകൊണ്ട് മാത്രമല്ല, പകരം ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ കണ്ടിന്യൂസ്ലി ഉപയോഗിച്ചത് കൊണ്ടും കൂടിയിട്ട് ആണ് അടിമുടി നമ്മളെ മാറ്റി ആരോഗ്യത്തിന്റെ വഴിയിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുന്നതിലൂടെ എത്താൻ സാധിക്കുന്നുള്ളതാണ് എന്റെ കഴിഞ്ഞ 19 കൊല്ലത്തെ എക്സ്പീരിയൻസ്. ഓക്കെ, എനിക്ക് ഈ ബിസിനസ്സിൽ 5.5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ, പക്ഷേ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എന്റെ കെയർ ഓഫിൽ 19 കൊല്ലത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ആ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ദ പ്രൊഡക്ട്സ് ആർ വേൾഡ് ക്ലാസ്. ഓക്കെ, ഇനി 9ാമത്തെ ഗുണം, നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിൽ, ഇന്നിപ്പോ ഇത്ര സമയമായി, ഇന്നിപ്പോ വേണമെന്നില്ല, ബുദ്ധിമുട്ടില്ല, പക്ഷെ നാളെയോ മറ്റന്നാളോ ആയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു 10,000 രൂപ നിങ്ങൾക്ക് വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് ലഭിക്കാൻ സാധിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. അതാണ് സെയിൽസ്. നിങ്ങൾക്ക് DP റേറ്റിന് വാങ്ങിയിട്ട് MRP നിങ്ങൾക്ക് വിൽക്കാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റിമേറ്റ് വാഷ് നിങ്ങൾ DP വാങ്ങി MRP വിറ്റാൽ 100 രൂപയാണ് നിങ്ങളുടെ പ്രോഫിറ്റ്. ഒരു ദിവസം നിങ്ങൾ 5 പേരെ പോയി കണ്ട് ഈ ഉൽപ്പന്നം കൊടുത്ത 500 രൂപ ഒരു ദിവസം കിട്ടും. എനിക്ക് വിപ്രോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ ദിവസ കൂലി എന്ന് പറയുന്നത് 450 ആയിരുന്നു. മനസ്സിലാവുണ്ടല്ലോ. ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെക്കാളും കൂടുതൽ വരുമാനം പ്രതിദിനം മേടിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു മാസം 15,000 രൂപ നിങ്ങൾക്ക് കിട്ടാൻ ഒരു ദിവസം നിങ്ങൾ 2 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്താൽ മതി ഇന്റിമേറ്റ് വാഷ് സെയിൽ ചെയ്യാൻ വേണ്ടി. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കാശ് വേണം, നിങ്ങൾക്ക് BJ വിൽക്കാം. ഇന്ന് BJക്ക് ടാക്സും കഴിഞ്ഞിട്ട് വരുന്ന DP റേറ്റ് എന്ന് പറയുന്നത് 2,500 രൂപയാണ്. അതിന്റെ MRP വില 3,500 രൂപ. ഒരു BJ വിറ്റ് കഴിഞ്ഞാൽ 1000 രൂപ നിങ്ങളുടെ കയ്യിൽ ഇരിക്കും. 20 ദിവസവും നിങ്ങൾ ഓരോ മുട്ടിന്റെ പ്രശ്നങ്ങളുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകൾ നേടുന്ന ആൾക്കാരെ കണ്ടെത്തി ഇത് കൊടുത്തു കഴിഞ്ഞാൽ 20 ദിവസം കൊണ്ട് 20,000 രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് വേറെ ഏത് മേഖലയിൽ ഉണ്ടാക്കാൻ സാധിക്കുക? സെയിൽസ് എന്ന് പറഞ്ഞ ജോലിക്ക് പോകുന്ന പല ആൾക്കാരുണ്ട്, പക്ഷെ അവിടെ കമ്പനി നിശ്ചയിക്കുന്ന കട്ട് ഓഫ് മാത്രമേ അവർക്ക് പേയ്മെന്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് എത്ര വാങ്ങണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. ഇന്ന് എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് സെയിലിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. ഒരു 20,000 ആവശ്യമുണ്ടോ, ഇന്ന് സെയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ സാധിക്കും. അത് സെയിൽസിന് മാത്രം കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സെയിലും നമുക്ക് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അത് മിനിമം 20% നമുക്ക് അതിൽ സെയിൽസ് കമ്മീഷൻ കിട്ടും. ഇനി 10ാമത്തതാണ് കമ്മീഷൻ ത്രൂ പ്രൊമോഷൻ. ഉൽപ്പന്നങ്ങളുടെ പ്രൊമോഷനിലൂടെയും ഉൽപ്പന്നങ്ങൾ മറ്റൊരാളിലേക്ക് എത്തിക്കുന്നതിലൂടെയും 2 തൊട്ട് 22% വരെ കമ്പനിയുടെ നീക്കി ബാക്കിയിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. അതിനെ പറയുന്നതാണ് വൈറ്റൽ ലെവൽ എന്ന് പറയുന്നത്. മിനിമം ബിഗിനർ തൊട്ട് മാക്സിമം സ്റ്റാർ വരെയുള്ള ലെവലിനെയാണ് നമ്മൾ എന്ത് പറയാ, വൈറ്റൽ ലെവൽസ് പറയാ. ഇവരെ സംബന്ധിച്ച് ഒരു തുടക്കക്കാരൻ, ഒരു ബിഗിനർ ലെവലിൽ നിൽക്കുന്ന ഒരാൾക്കൊക്കെ ഒരു 2% 5000 PV ഒക്കെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു തവിടെണ്ണ മേടിച്ചു കഴിഞ്ഞാൽ ആ തവിടെണ്ണ PV എന്ന് പറയുന്നത് 77 ആണ്. ആ 77ന്റെ 2% എന്ന് പറയുന്നത് ₹1.68 അയാൾക്ക് തിരിച്ച് അക്കൗണ്ടിലേക്ക് വരുന്ന വരുമാനമാണ്. അയാൾ ഇത് നന്നായി പ്രൊമോട്ട് ചെയ്തു, ജനങ്ങളിലേക്ക് എത്തിച്ചു, നല്ലൊരു ടീമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ 22% സ്ലാബിൽ ആൾ എത്തുമ്പോൾ ഈ 77 22% എന്ന് വെച്ചാൽ 16 രൂപ ഒരു എണ്ണ മേടിച്ചതിന്റെ കെയർ ഓഫിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വരും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ വീണ്ടും 208 രൂപയുടെ എണ്ണ ആൾക്ക് 192 രൂപയ്ക്കാണ് കിട്ടുക. അതാണ് ഇതിന്റെ കമ്മീഷൻ വൈസ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അപ്പൊ കമ്മീഷൻ ത്രൂ പ്രൊമോഷൻ. ഇനി അവിടെ മാത്രം അല്ല, നമുക്ക് ബോണസും കിട്ടും. വൈറ്റൽ ലെവലിൽ ഓപ്പണർ ആൻഡ് എബോവ് എന്ന് പറഞ്ഞൊരു ലെവൽ ഉണ്ട്. ആ ലെവൽ എത്തിക്കഴിഞ്ഞാൽ, ഓപ്പണർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി ബോണസിനും ഇയർലി ബോണസിനും അവകാശമുണ്ട്. എന്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന ഒരു സാറുണ്ട്, അദ്ദേഹം ഗവൺമെന്റിൽ വർക്ക് ചെയ്യാണ്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, സാറേ എങ്ങനെയാണ് ഗവൺമെന്റിൽ ബോണസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു ഓണത്തിന് 2,000 രൂപ ബോണസ് കിട്ടുന്നത്. പക്ഷെ അദ്ദേഹത്തിന് RCMൽ പ്രതിമാസം ബോണസ് മിനിമം 8,000 തൊട്ട് 10,000 രൂപ വരെ പ്രതിമാസം ബോണസ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ ഇതെല്ലാം കൂടി ക്യുമുലേറ്റീവ് ആയിട്ട് *12 ഒരു കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും കിട്ടും. അപ്പൊ ഇവിടെ ബോണസ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട്. നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും അവിടെ ബോണസ് ഉണ്ടായിരിക്കും. പക്ഷെ സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ആ ബോണസിന് അർഹത ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരു പ്യൂണിനെ സംബന്ധിച്ച് ഒരിക്കലും ഒരു ബോണസ് കിട്ടാൻ ചാൻസ് കുറവാണ്. ഒരു ക്ലർക്കിനെ സംബന്ധിച്ച് ബോണസ് കിട്ടാൻ ചാൻസ് കുറവാണ്. അതിനും പല പല കാറ്റഗറികൾ ഉണ്ട്. എന്നാൽ ഇവിടെ ഏതൊരു വ്യക്തിക്കും ബോണസ് വാങ്ങാമെന്ന് മാത്രമല്ല, അവിടെ ബോണസ് ഒരു കൊല്ലത്തിലേ കിട്ടുള്ളൂ എങ്കിൽ ഇവിടെ എല്ലാ മാസവും ബോണസ് വാങ്ങാം. ഒരു കൊല്ലം കഴിഞ്ഞ് ഇതെല്ലാം കൂടി ക്യുമുലേറ്റീവ് ആയിട്ട് വാങ്ങാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. പിന്നെ 12ാമത്താണ്, നിങ്ങൾക്ക് ഷോപ്പ് തുടങ്ങിയിട്ട് ഇതിലൂടെ ഒരു കമ്മീഷൻ നേടാൻ സാധിക്കും. ഞാൻ ഷോപ്പ് നടത്തുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ ഷോപ്പ് നടത്തുന്ന ആൾക്കാരുണ്ട്. ഷോപ്പ് നടത്തുന്ന ആൾക്കാരൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള ആൾക്കാർക്ക് കാണാൻ സാധിക്കും എത്ര പേര് ഷോപ്പ് നടത്തുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളതാ. ഒരുപാട് പേരുണ്ട്. ഇപ്പൊ തന്നെ 5 കൈകൾ പൊങ്ങിയതാ. 6, 7, 8, 9, 10 അനവധി
ആൾക്കാർ, ശ്രീഷൻ സാറൊക്കെ ഉണ്ട്, മനോഹരമായിട്ടുള്ള ഷോപ്പ് നടത്തുന്ന ആൾക്കാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അല്ലെ. അപ്പൊ ഇവർക്കൊക്കെ എന്തുണ്ട്, ഷോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള കമ്മീഷൻ കിട്ടുന്നുണ്ട്. ഇനി ഈ ഷോപ്പ് തരുന്നൊരു സെക്യൂരിറ്റി ഉണ്ട്. ഇപ്പോ ഞാനൊരു കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങി, എന്റെ അപ്പുറത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റ് വന്നു എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ട് എന്റെ അടുത്തേക്ക് വന്നിരുന്ന ഒരുപാട് പേര് അവിടേക്ക് പോകും. പക്ഷേ ആർ സി എമ്മിന്റെ കടയിൽ നിന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സ് ആർ സി എമ്മിന്റെ കടയിലെ ഉൽപ്പന്നങ്ങൾ മാത്രമേ മേടിക്കൂ. കാരണം അത് വാങ്ങിയാലേ അവർക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടൂ, അത് വാങ്ങിയാലാണ് അവർക്ക് കമ്മീഷൻ കിട്ടും, അത് വാങ്ങിയാലാണ് അവർക്ക് സെയിൽ ബെനിഫിറ്റ് കിട്ടൂ, അത് വാങ്ങിയാലാണ് അവർക്ക് പി വി വൈസ് ഉള്ള കാര്യങ്ങൾ കിട്ടൂ, അത് വാങ്ങിയാലാണ് അവർക്ക് ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടൂ. അതുകൊണ്ട് തന്നെ എത്ര വലിയ കോമ്പറ്റീറ്റർ വന്നാൽ പോലും നമുക്ക് ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടുന്ന് വാങ്ങുന്ന ആൾക്കാർ ഇവിടുന്നേ വാങ്ങും. ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. തൃപ്പയാറ് എവർഷൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. ബിസിനസിന്റെ തുടക്കകാലങ്ങളിൽ വന്നൊരു ഷോപ്പാണ്. ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അനിത്തും പ്രജിത്ത് എന്ന് പറഞ്ഞ രണ്ട് ചെറുപ്പക്കാരാണ് ആ ഷോപ്പ് ഇപ്പൊ നടത്തിക്കൊണ്ടു പോകുന്നത്. ഈ ഷോപ്പ് അവരുടെ അച്ഛൻ പ്രബലന്ദൻ സാറാണ് തുടങ്ങിയത്. ഇവരുടെ കടയിൽ നിന്ന് ഒരു കിലോമീറ്റർ കഷ്ടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, 1 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് വൈമോള് വന്നിരിക്കുന്നത്, യൂസഫ് അലി സാറിന്റെ വൈമോള്. ഈ വൈമോളില് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. ഈ ലുലു ഹൈപ്പർ മാർക്കറ്റ് വന്നതിന് ശേഷം അവിടെയുള്ള 13 പലചരക്ക് കച്ചവടക്കാരുടെ കച്ചവടം പൂട്ടി. കാരണം എല്ലാവരും ഇവിടുന്ന് പോയി വാങ്ങുന്നുണ്ട്, അവിടെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ട്, അവിടെ പുതിയ സാധനങ്ങൾ വരുന്നുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് എല്ലാവരും അവിടേക്ക് പോയപ്പോ അതിൽ ഒരു 10-11 കടകൾ പൂട്ടി. മിച്ചം വരുന്ന ആകെ 3 കടകളോ. അതിൽ ഒരു കട അടച്ച് അന്ന് വൈകിട്ട് അതിലത്തെ ഒരാള് പ്രബലൻ സാറിന്റെ കടയിൽ എത്തിയിട്ട് ചോദിച്ചു, ഇവിടെ എല്ലാവരും ഇത്രയും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ കടയിൽ മാത്രം എന്തുണ്ട്, എന്നും ആൾക്കാരുണ്ട്, എന്നും ബിസിനസ് നടക്കുന്നുണ്ട്, പുതിയ പുതിയ ആൾക്കാരൊക്കെ ഇതെങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു. പ്രബലൻ സാർ ഒറ്റ ഉത്തരേ പറഞ്ഞുള്ളൂ, യൂസഫ് അലി വിചാരിച്ചാൽ ആർ സി എമ്മിന്റെ ഉൽപ്പന്നങ്ങൾ അവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല, അത് ഇവിടെ തന്നെ ഉള്ളൂ. അതുകൊണ്ട് ഇവിടുന്ന് വാങ്ങുന്ന ആൾക്കാർ ഇവിടെ തന്നെ വരുള്ളൂ. കാരണം ഈ പറഞ്ഞ ഫ്രീ പ്രൊഡക്റ്റും ഈ പറഞ്ഞ സെയിൽസ് ബെനിഫിറ്റും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അവർക്ക് അവിടെ പോയി മേടിച്ച് ഞാൻ മെച്ചപ്പെടാൻ പറ്റില്ല, ഇവിടെ തന്നെ വേണം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊറോണ പോലത്തെ ഒരു മഹാപ്രതിസന്ധി വന്നപ്പോൾ 2 സ്ഥാപനങ്ങൾക്ക് തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാണ് മെഡിക്കൽ ഷോപ്പ്, ഒന്നാണ് FMCG ഷോപ്പുകൾ. നമ്മുടെ കമ്പനിയിലെ ഉൽപ്പന്നങ്ങളിൽ ഒരു 80% FMCG ആയതുകൊണ്ട് തന്നെ ആ കോവിഡ് സമയത്ത് ഒരു ദിവസം പോലും എന്റെ ഷോപ്പ് അടച്ചിടേണ്ടി വന്നിട്ടില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർ നേരിട്ട് ഒരു ബുദ്ധിമുട്ടും നമുക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. സോ ഷോപ്പ് നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ച് അത് വലിയൊരു സെക്യൂരിറ്റിയാണ്, ബിസിനസ് വളർത്താനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ്. പിന്നെ 13ാമത്തതാണ് റോയൽറ്റി കമ്മീഷൻ. ഇവിടെയും നമുക്ക് സ്റ്റൈപ്പൻഡ് ലെവൽ തന്നെ വരുമാനം കിട്ടുന്നുള്ളൂ. ഇപ്പോഴും സ്റ്റൈപ്പൻഡ് ആയിട്ടുള്ള പെർമനന്റ് ഇൻകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ലെവലാണ് പെർമനന്റ് ഇൻകം. റോയൽറ്റി എന്ന് പറഞ്ഞാൽ പക്ഷെ നമുക്കൊരു സ്ഥിര വരുമാനം എന്തായാലും കിട്ടും. അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, മുന്നേ ചെയ്തിരുന്ന പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ വലിയൊരു ടീം വർക്ക് വരുമ്പോൾ നമ്മുടെ അഭാവത്തിൽ പോലും ബിസിനസ് പതുക്കെ പതുക്കെ മുന്നോട്ട് പോകും. അപ്പൊ നമുക്ക് നിശ്ചിതമായിട്ടൊരു തുക വരും. ഇന്ന് റോയൽറ്റി നമ്മുടെ സമൂഹത്തിൽ മേടിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. വിഭാഗങ്ങൾ നമ്മൾ തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ പാട്ടുകാർക്ക് റോയൽറ്റി ഉണ്ട്, ശാസ്ത്രജ്ഞന്മാർക്ക് റോയൽറ്റി ഉണ്ട്, ബുക്ക് എഴുതിയ ആൾക്കാർക്ക് റോയൽറ്റി ഉണ്ട്. പക്ഷെ ഒരു സാധാരണക്കാരന് ഇന്ന് റോയൽറ്റി കൊടുക്കാൻ പറ്റുന്ന ഏത് പ്രസ്ഥാനമാണ് ഇന്ന് നിലവിലുള്ളത്? TCS പറ്റുമോ? ആമസോണിന് പറ്റുമോ? അല്ലെങ്കിൽ വലിയ ടെക് ജെയിന്റുകളായിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പനിക്ക് പറ്റുമോ? ഇല്ല. ഒരു സാധാരണക്കാരന്, ഒരു പഠിപ്പുമില്ലാത്ത ഒരു വ്യക്തിക്ക്, ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത വ്യക്തിക്ക്, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നൊരു വ്യക്തിക്ക്, ഏത് പ്രായമുള്ള ഒരു വ്യക്തിക്കും ഇന്ന് റോയൽറ്റി കിട്ടാൻ പറ്റുന്ന ഒറ്റ സംഭവമേ ഇന്ന് നിലവിലുള്ളൂ, അതാണ് RCM എന്ന് പറയുന്നത്. അപ്പൊ 8% വരെ എന്തുണ്ട്, റോയൽറ്റി ഉണ്ട്. 20,000 തൊട്ട് 45,000 50,000 വരെ പ്രതിമാസ വരുമാനം മേടിക്കുന്ന ലെവലിനെയാണ് എന്ത് പറയാ, റോയൽറ്റി എന്നുള്ള ലെവല് പറയാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ലെവലാണ് ടെക്നിക്കൽ കമ്മീഷനും കിട്ടും. ഈ ടെക്നിക്കൽ കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ യഥാർത്ഥ വരുമാനത്തിന്റെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത്. ഇവിടെ 50,000 രൂപ തൊട്ടാണ് നമുക്ക് എന്ത് തുടങ്ങുന്നത്, വരുമാനം തന്നെ തുടങ്ങുന്നത്. ബോണസ് എന്ന് പറയുന്നത് മിനിമം ഒരു 10,000 രൂപയെങ്കിലും നമുക്ക് എന്ത് കിട്ടും, ബോണസ് കിട്ടും. അതായത് വൈറ്റൽ ലെവലിൽ നമ്മളൊരു വിന്നർ ലെവലിൽ നിൽക്കുമ്പോൾ മേടിക്കുന്ന വരുമാനമായിരിക്കും ചിലപ്പോൾ ഇവിടെ നമ്മൾ ബോണസ് ആയിട്ട് മേടിക്കുക. അപ്പൊ ടെക്നിക്കൽ കമ്മീഷൻ നമുക്ക് ഇവിടെ കിട്ടും, 5% കിട്ടും. അത് പേൾ ഉണ്ട്, സ്റ്റാർ പേൾ ഉണ്ട്, അതേപോലെ തന്നെ എമറാൾഡ്, സ്റ്റാർ എമറാൾഡ്, റൂബി, സ്റ്റാർ റൂബി, സഫയർ, ഡയമണ്ട്, സ്റ്റാർ ഡയമണ്ട്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് 32ാമത്തെ ഒരു പടി, അല്ല 32% ഞാനിപ്പോ നിലവിൽ നിൽക്കുന്നത്. 40% എത്തിയിട്ടില്ല, 32% ഞാൻ നിൽക്കുന്നത്. അപ്പം ഇനിയും എന്തുണ്ട്, പടികൾ കയറാനുണ്ട്. അതൊരു അൺലിമിറ്റഡ് ഇൻകത്തിന്റെ വലിയൊരു ഉറവിടമാണ്. നമ്മുടെ ബിസിനസ് വളർന്നതിനനുസരിച്ച് നമ്മുടെ വരുമാനവും നമ്മുടെ സമ്പത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കൂട്ടാൻ സാധിക്കും. അപ്പൊ 14ാമത്തെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ടെക്നിക്കൽ കമ്മീഷൻ കിട്ടാനുള്ള ഒരു അവസരം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 15ാമത്തെ ബെനിഫിറ്റ് ആണ് യാത്രകൾ. ഈ ബിസിനസ് വളർത്തുന്നതിന്റെ കെയർ ഓഫിൽ അനവധി സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുവരെ കാണാത്ത സ്ഥലങ്ങളും കാണും, അവിടെ വിനോദ കേന്ദ്രങ്ങളിൽ നമ്മൾ യാത്രയും ചെയ്യും, ഒപ്പം തന്നെ ബിസിനസ്സും നമ്മൾ
നടത്തും. അങ്ങനെ കഴിഞ്ഞ 5.25 കൊല്ലത്തിനിടയിൽ കേരളത്തിലെ ഇന്നേ വരെ ഞാൻ പോകുന്ന പോലും പ്രതീക്ഷിക്കാത്ത പല സ്ഥലങ്ങളിലും പോവാനുള്ള ഒരു അവസരം എനിക്ക് ഈ പ്രസ്ഥാനത്തിലൂടെ കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഈ പ്രസ്ഥാനം തന്ന മണി ഫ്രീഡം കാരണം തന്നെ ഇന്ന് പല രാജ്യങ്ങളും സന്ദർശിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ വിയറ്റ്നാം പോയി, അതുപോലെ ഇപ്പൊ ഈ കൊല്ലം ബാലി പോയി, ഇനിയിപ്പൊ അടുത്ത കൊല്ലം ഇങ്ങോട്ട് പോകുന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ജോൾ സാറേ, ഇങ്ങോട്ട് പോകണം, അതാണ് ഇപ്പോഴത്തെ ടെൻഷൻ. ഇപ്പോ വരുമാനം വരുമോ കമ്മീഷൻ വരുമോ എന്നുള്ളതൊന്നല്ല ലിസി മാഡം ടെൻഷൻ. ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ അടുത്ത കൊല്ലം ഇനി എങ്ങോട്ട് പോകണം, ഏത് രാജ്യത്തേക്ക് പോകണം, അവിടുത്തെ പാക്കേജ് എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യണം, ഇതൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടെൻഷൻ. അപ്പൊ ഈ പ്രസ്ഥാനത്തിലൂടെ അനവധി സ്ഥലങ്ങൾ ഉണ്ണി സാറെ യാത്ര ചെയ്യാനുള്ള അവസരമുണ്ട്. കേട്ടുകേൾവി പോലും ഇല്ലാത്ത പല സ്ഥലങ്ങളിലും ഷാജി സാറെ ഇന്ന് നമുക്ക് പോവാനുള്ള ഒരു അവസരം ഈ പ്രസ്ഥാനം നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. കാരണം ഇതൊരു ഓഫീസിൽ നിന്ന് ചെയ്യേണ്ട ബിസിനസ് അല്ല, ആണോ? അല്ല, നമുക്ക് എവിടെ വേണേലും ചെയ്യാം. ഉത്തരാഖണ്ഡിൽ ചെയ്യണോ, രാംനഗറിൽ ചെയ്യണോ, ഡൽഹിയിൽ ചെയ്യണോ, ഉത്തർപ്രദേശിൽ ചെയ്യണോ, കശ്മീർ ചെയ്യണോ, ആസാമിൽ ചെയ്യണോ, ഗാങ്ടോക്കിൽ ചെയ്യണോ, തമിഴ്നാട് ചെയ്യണോ, ആന്ധ്ര ചെയ്യണോ, മഹാരാഷ്ട്ര ചെയ്യണോ, എവിടെ വേണമെങ്കിലും പാറി പറന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. അതിലൂടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പല സ്ഥലങ്ങളും കാണാനുള്ളത് കിട്ടും. അപ്പൊ ട്രാവലിംഗ് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. 16ാമത്തതാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം. ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടുംബമായിട്ട് എങ്ങനെയെങ്കിലും പോയിട്ട് അവിടെ കുടുംബക്കാർ പറയാണ്, അതിൽ ഏതെങ്കിലും ഒരാൾ പറയാണ് എനിക്ക് അത് വേണം എന്ന് പറഞ്ഞാൽ പാക്ക് ചെയ്തോ എന്ന് പറയാൻ പറ്റുന്നതിനെയാണ് എന്ത് പറയാ? ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയാം. അതിന്റെ വില നോക്കാതെ നിങ്ങൾക്ക് എന്നൊരു സാധനം വാങ്ങാൻ പറ്റുന്നോ, ദാറ്റ് ഈസ് കോൾഡ് ഫൈനാൻഷ്യൽ ഫ്രീഡം. അവിടേക്ക് പൂർണ്ണമായിട്ട് എത്തിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു 60-70% വരെ ഇന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ഈ പ്രസ്ഥാനത്തിലൂടെ എനിക്ക് വളരാൻ സാധിച്ചു എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. ആ ഫൈനാൻഷ്യൽ ഫ്രീഡം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഏറ്റവും ഭംഗിയായിട്ട് കല്യാണം നടത്താൻ സാധിച്ചതും. ആ ഫൈനാൻഷ്യൽ ഫ്രീഡം ഉള്ളത് കൊണ്ട് തന്നെയാണ് വൈഫിന് ഒരു കാറ് മേടിക്കാൻ സാധിച്ചതും, വീട്ടിലേക്ക് ഒരു കാറ് മേടിക്കാൻ സാധിച്ചതും, വീട് കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ സാധിച്ചതും ഒക്കെ ഈ ഫൈനാൻഷ്യൽ ഫ്രീഡം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ചിന്താഗതികൾ വരും. കാശില്ലാത്തവനാണ് നെഗറ്റീവ് ചിന്താഗതി വരിക, അല്ലെ? ഇപ്പൊ കള്ളനെ സംബന്ധിച്ച് കള്ളനാവുന്നതുകൊണ്ടാ കാശില്ലാത്തതുകൊണ്ടാ. പക്ഷെ നല്ലോണം കാശ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങളെ കുറച്ചും കൂടി പഠിക്കാൻ ശ്രമിക്കും. നമ്മുടെ മൈൻഡ് സെറ്റ് കുറച്ചും കൂടി ബെറ്റർ ആവും. നമ്മളെ ആൾക്കാരെ കാണുന്ന കാഴ്ചപ്പാട് മാറും. എല്ലാത്തിനും പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഇതൊക്കെ ഫൈനാൻഷ്യൽ ഫ്രീഡം വരുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് വേണം വർക്ക് ചെയ്യാൻ വേണ്ടി. ഇതിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കിട്ടുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി കിട്ടും, അതാണ് ടൈം ഫ്രീഡം. കാരണം ഇന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ജോലിക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ നിങ്ങൾക്ക് ആർസിഎം ബിസിനസ് ചെയ്യാം. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ കുടുംബജീവിതത്തിന് യാതൊരു തടസ്സവും ഇല്ലാതെ ആർസിഎം ബിസിനസ് ചെയ്യാൻ സാധിക്കും. കാരണം എന്താ? കുടുംബത്തിന്റെ കൂടെ തന്നെ നമുക്ക് ആർസിഎം ബിസിനസ് ചെയ്യാൻ സാധിക്കും. ഞാൻ വിപ്രോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ രക്ഷിതാക്കളായിട്ടോ അല്ലെങ്കിൽ എന്റെ ബന്ധുക്കളായിട്ടോ എനിക്ക് കാര്യമായിട്ടുള്ള ബന്ധം തുടർന്ന് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ സംസാരിക്കുന്ന ഭാഷ വേറെയായിരുന്നു, എന്റെ അച്ഛനമ്മയും സംസാരിക്കുന്ന ഭാഷ ആർസിഎം ആയിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് ആർസിഎം എന്ന ഭാഷ സംസാരിക്കാൻ തുടങ്ങി, എന്റെ വീട്ടിൽ തീന്മേശയിൽ ഒരുമിച്ചിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആർസിഎം ആയിട്ട് മാറിയപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനുള്ള അവസരം എനിക്ക് ഇതിലൂടെ കിട്ടി. അതാണ് ടൈം ഫ്രീഡം നമുക്ക് തരുന്നത്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പേഴ്സണലി നിങ്ങളുടെ ഫാമിലിനെ ഇതിൽ കൊണ്ടുവരാൻ പറ്റും എന്ന് മാത്രമല്ല, അവരൊപ്പം നല്ല രീതിയിൽ സമയം ചെലവഴിക്കാൻ പറ്റും. അത് മാത്രമല്ല, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കാൻ പറ്റും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് സിനിമ കാണുക എന്നുള്ളത്. ഭാഗ്യവശാൽ ഞാൻ കല്യാണം കഴിച്ച കുട്ടിക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാനൊരു ജോലിയിലായിരുന്നെങ്കിൽ എനിക്ക് സിനിമ എന്ന് പറയുന്നത് ഒരു സങ്കല്പമോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു 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 പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തൊരു കാര്യം, തിയേറ്ററിൽ പോയി കാണുന്നത് പോസിബിൾ അല്ലാത്തൊരു കാര്യമായിട്ട് മാറിയത്. കാരണം എന്താ? ഈ വർക്ക് ടെൻഷന്റെ ഇടയിൽ ഇത് പോയി അവിടെ ഇരുന്ന് കാണാനുള്ള മൈൻഡ് സെറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോഴേക്കും ബോസിന്റെ വിളി വരും, പിന്നെ അപ്പൊ തന്നെ പകുതി വെച്ച് ഇറങ്ങി പോകണം, അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻ വരുന്ന ഒരു സ്ഥലത്ത് ഇന്ന് എപ്പോ വേണമെങ്കിലും കാണാവുന്ന ഒരു ലെവലിലേക്ക് മാറി. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പുസ്തകം വായിക്കുക എന്നുള്ളത്. നിങ്ങളുടെ എന്റെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ ഇവിടെ ബുക്ക് ഷെൽഫ് ഉണ്ട്. അതിൽ പകുതി മുക്കാലും ഞാൻ വായിക്കാത്ത പ്രൊഡക്റ്റ് മറ്റേ എന്താ പറയാ ബുക്സ് ആണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ശേഖരിച്ച് വെച്ചത് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ, പക്ഷെ കഴിഞ്ഞ ഈ ആർസിഎമ്മിൽ വന്നതിന് ശേഷം എനിക്കത് വായിക്കാനുള്ള സമയമുണ്ട്. അപ്പൊ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ ചെയ്യാനാ? പല ആൾക്കാരും പറയും കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, കുറച്ച് കഴിഞ്ഞ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞ് ചെയ്യാൻ ഞാൻ എന്ന വ്യക്തി ഭൂമിയിൽ ഉണ്ടോ എന്നുള്ളത് എന്താ ഉറപ്പ്? ആർസിഎം ബിസിനസ് അതുപോലെയാണ്. നമ്മൾ പറയും അടുത്ത മാസം തൊട്ട് ഉഷാറടിച്ച്, അതിന്റെ അടുത്ത മാസം തൊട്ട് ഉഷാർ, അടുത്ത കൊല്ലം ഞാൻ കത്തിക്കും, അടുത്ത കൊല്ലം കത്തിക്കാൻ നമ്മൾ ഉണ്ടാവണ്ടേ? സോ ടൈം ഫ്രീഡം നിങ്ങൾക്ക് എന്ത് തരും? ഈ പ്രസ്ഥാനം നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. റെക്കഗ്നേഷൻ, അംഗീകാരങ്ങളുടെ ഒരു അയ്യൊരു കളിയാണ്. ഈ കഴിഞ്ഞ 5.25 കൊല്ലത്തിനിടയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര അംഗീകാരങ്ങൾ കിട്ടുമെന്ന് പോലും ഞാൻ
ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. ഇന്ന് എവിടെ ചെന്നാലും പൊന്നാട കിട്ടും, എവിടെ ചെന്നാലും ഒരു ബൊക്കെ കിട്ടും, എവിടെ ചെന്നാലും മാല കിട്ടും. എനിക്ക് ഏറ്റവും വലിയൊരു അംഗീകാരം കിട്ടിയത്, ആദ്യത്തെ അംഗീകാരം കിട്ടിയത്, ഞാൻ കിളിമാനൂർ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ബിനു സാറിന്റെ കെയർ ഓഫിൽ ഒരു പ്രോഗ്രാം കൊടുത്തപ്പോൾ ഞാനും നോബൽ സാറും ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറുന്ന സമയത്ത് 2 സൈഡിൽ സുന്ദരികളായ ചേച്ചിമാര് വന്ന് താലവും കൈപ്പിടിച്ച് ഞങ്ങൾ അങ്ങോട്ട് ആനയിച്ചു കൊണ്ടുപോവാണ്. അപ്പുറത്ത് റോട്ടിൽ പോണ ആൾക്കാരൊക്കെ നോക്കണ്ട് ഇവരെന്തേ കാണിക്കുന്നതെന്ന്. പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ സ്നേഹം അങ്ങനെ കാണിക്കുന്നത്. അപ്പോ ഒരു 24-ാമത്തെ 25-ാമത്തെ വയസ്സിലാണ് എനിക്ക് അത്രയും വലിയ റെക്കഗ്നീഷൻ കിട്ടുന്നത്. ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ ഒരു ജോലി കയറി, ഒരു കോർപ്പറേറ്റ് കയറി എത്ര കൊല്ലം പണിയെടുത്താലാണ് എനിക്ക് അങ്ങനെ ഒരു അംഗീകാരം കിട്ടും. ചിന്തിച്ചു നോക്കുക. ഇന്ന് മൂർത്തി സാറ് വരുന്നത്, ഇന്ന് എന്താ പറയാ നമ്മുടെ ഗോപകുമാർ സാറ് വരുന്നത്, ഇവരൊക്കെ വരുന്ന വരവ് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റണം. കാരണം തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തർ ആ ലെവലിലേക്ക് എത്തും. ആ ലെവൽ അംഗീകാരങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മളെ ഇന്നേ വരെ പുറമേയുള്ള ഏത് മേഖലയിലും സാറിന് വിളിക്കാറില്ല, ഉണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ വരുമ്പോ എന്താ, നമ്മളെ സാറിന് വിളിക്കുന്നുണ്ട്, നമ്മളെ മാഡം വിളിക്കുന്നുണ്ട്. അത് ഇയാള് പ്ലംബർ ആണോ, ഇയാള് കാർപ്പന്റർ ആണോ നോക്കിയിട്ടൊന്നല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സാറിന് വിളിക്കുമ്പോൾ അതൊരു റെക്കഗ്നിഷൻ അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അങ്ങനെ എന്തോരം റെക്കഗ്നിഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. കഴിഞ്ഞോ? ഇല്ല. പിന്നെന്താ നമുക്ക് കിട്ടുന്നത്? റിലേഷൻഷിപ്പ് ആൻഡ് സ്ട്രോങ് നെറ്റ്വർക്ക്, വളരെ ശക്തമായിട്ടുള്ള ബന്ധങ്ങള്, അതും ലൈഫ് ലോങ് നീണ്ടു നിൽക്കുന്ന ബന്ധങ്ങൾ അല്ലെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ മനോഭാവമുള്ള ബന്ധങ്ങള്. നമ്മുടെ അയൽവക്കത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ശരിക്കുള്ള ബ്ലഡ് റിലേഷനോ അല്ല ഞാൻ പറയുന്നത്, പക്ഷേ നല്ല ജെന്യൂൻ ആയിട്ടുള്ള പ്യൂർ ആയിട്ടുള്ള ബന്ധങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട്. അതിലൂടെ ഒരു ഗുണം കൂടിയുണ്ട്, നെറ്റ്വർക്ക്, ശക്തമായ ഒരു നെറ്റ്വർക്ക് കിട്ടും. കാരണം ഈ പ്രസ്ഥാനത്തിലേക്ക് ഒരു നിശ്ചിത ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ മാത്രമല്ല വരുന്നത്, പല ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ വരുന്നത്. പല ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ വരുമ്പോൾ എന്താ ഗുണം? ഓരോ മേഖലയിലുള്ള ആൾക്കാർ നമ്മുടെ പോക്കറ്റിലുള്ളപ്പോൾ, നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ആ മേഖലയെ സംബന്ധിച്ചുള്ള ഡൗട്ടോ കാര്യങ്ങളോ അവരോട് ചോദിക്കാൻ പറ്റും. ഇപ്പോ നോബിൾ ജോസ് എന്നൊരു വ്യക്തി എന്റെ ടീമിലാണ്. അദ്ദേഹം ടൂറിസം എന്നൊരു മേഖലയിൽ പ്രവർത്തിച്ച ആളാണ്, മാനേജർ ലെവലിൽ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ആ കഴിവിനെ എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സുരാജ് കടുവാക്കുളം എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം AC മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. AC യെ സംബന്ധിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് അദ്ദേഹത്തെ വിളിക്കാം. സുജിത് കോട്ടയ്ക്കൽ എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് കോട്ടയത്തെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡറാണ്, പ്ലാറ്റിനം അച്ചീവർ ആണ്. അദ്ദേഹത്തെ എനിക്ക് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യത്തിന് വേണമെങ്കിലും എനിക്ക് വിളിക്കാൻ സാധിക്കും. അഡ്വക്കേറ്റ് നിമ്മി മിൻസാർ എന്ന് പറഞ്ഞുള്ള മാഡം, അവര് അഡ്വക്കേറ്റ് ആണ്. ആ ഒരു മേഖലയെ സംബന്ധിച്ചുള്ള എന്ത് കാര്യം വേണമെങ്കിലും എനിക്ക് അവരോട് ചോദിക്കാൻ സാധിക്കും. അങ്ങനെ ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തോരം ആൾക്കാരാണ് പല ക്വാളിഫിക്കേഷൻ ഉള്ളത്. അതുകൊണ്ട് എന്തായി, നമ്മുടെ പരിപാടി സത്യം പറഞ്ഞാൽ എളുപ്പമായി. ട്രെയിൻ സംബന്ധമായി എന്ത് ക്വറീസ് ഉണ്ടെങ്കിലും എനിക്ക് ടിക്കറ്റ് സൂപ്പർവൈസർ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഹസനാർ സാർ ഉണ്ട് പനങ്ങാട്ടുകരയിലുള്ളത്. അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ, GST അക്കൗണ്ടന്റ് ആയിട്ടുള്ള ബിജയ് സാർ ഉണ്ട്, CNC പ്രോഗ്രാമർ ആയിട്ടുള്ള സുരാഗ് സാർ ഉണ്ട്, നമ്മുടെ എന്താ പറയാ ഗിരീഷ് സാർ ഉണ്ട്, ആർമിയിലായിരുന്നു ഗിരീഷ് സാർ ഉണ്ട്, എയർഫോഴ്സിലായിരുന്ന മൂർത്തി സാർ ഉണ്ട്, മകൻ ഇന്ന് MBBS ഡോക്ടർ, മകനുണ്ട് ഹരിയോട് ചോദിക്കാൻ പറ്റും. അപ്പൊ എന്തോരം മേഖലകളിലുള്ള ആൾക്കാരാണ്. ഇതിന്റെ ഗുണം എന്താ? നമ്മൾ ഇന്ന് ഏത് ജില്ലയിൽ പോയാലും എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിലും വിളിച്ചാൽ വിളിപ്പുറത്ത് ഒരാളുണ്ടാവും. ഇപ്പൊ ASI ആയിട്ട് ചെല്ലാനത്ത് നമ്മുടെ ഉത്തം കുമാർ സാർ ഉണ്ട്, അദ്ദേഹം പോലീസിലാണ്. വേണുഗോപാൽ സാർ പോലീസിലാണ് അല്ലെ. അപ്പൊ ഇവരുടെ ഒക്കെ സഹായം നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് അവരെ വിളിക്കാൻ പറ്റും. അതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നെറ്റ്വർക്ക്. ഇന്ന് നമ്മുടെ പണി എളുപ്പമാക്കുന്നത് ഈ നെറ്റ്വർക്കാ. ഞാൻ എല്ലായിടത്തും ഒരേ സമയത്ത് എനിക്ക് ഉണ്ടാവാൻ പറ്റില്ല, പക്ഷേ എന്നെക്കാളും കഴിവും എന്നെക്കാളും അറിവുള്ള ആൾക്കാർ എന്റെ ടീമിൽ വന്നു കഴിഞ്ഞാൽ എന്റെ പണി സത്യം പറഞ്ഞാൽ എന്താവുകയാണ്, എളുപ്പമാവുകയാണ്. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പും സ്ട്രോങ് നെറ്റ്വർക്കും വരുന്നു. 20 പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഞാനെന്നൊരു വ്യക്തി ഇത്രയും നേരം സംസാരിക്കുന്ന ആളായിരുന്നു, പക്ഷെ ഇത്രയും കൃത്യതയോട് കൂടിയിട്ടും ഇത്രയും പഠിച്ചിട്ടും ഇത്രയും വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന ഒരു കാലിബറുള്ള ഒരു വ്യക്തി ഒന്നാണില്ല. ഞാൻ പറയും എന്തെങ്കിലുമൊക്കെ വായി തോന്നിയതൊക്കെ എന്തെങ്കിലും ആൾക്കാരോട് ഇങ്ങനെ കുറെ നേരം വളവളാന്ന് പറയുന്ന ആളായിരുന്നു. ആ വ്യക്തിനെ ഇന്ന് അനേകം ആൾക്കാരുടെ മുമ്പിൽ വെച്ച് സ്റ്റേജ് കൈകാര്യം ചെയ്യാനും അവർക്ക് ട്രെയിനിങ് കൊടുക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരെ മനസ്സിലാക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളിപ്പിക്കാനും പറ്റുന്ന തലത്തിലേക്ക് ആക്കിയത് ഈ ഒരു പ്രസ്ഥാനമാണ്. അടിമുടി നിങ്ങളെ മാറ്റും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇവിടെ നമ്മൾ ഓരോരുത്തർക്കും കിട്ടും. അത് ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്ക് അനുഭവത്തിലുള്ള ഒരു കാര്യമായിരിക്കും. നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്ത ആ ദിവസം നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ ഇവിടെ ഇരുന്ന് ക്ലാസ് കേൾക്കുന്ന നിങ്ങൾ ആലോചിക്കുക, എങ്ങനെ പോയാലും ചെറിയൊരു മാറ്റം നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. സെയിൽ ചെയ്യാൻ മടിയുള്ള ആളായിരുന്നു ഞാൻ, പക്ഷെ ഈ സിസ്റ്റത്തിൽ വന്നു ഞാൻ സെയിൽ ചെയ്തു തുടങ്ങി. എനിക്ക് മനസ്സിലായി എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നുള്ള സ്കില്ല് ഞാൻ എന്ത് ചെയ്തു, ആർജിച്ചെടുത്തു. 21ാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും ലാസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ഒന്നാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. മറ്റൊരു മേഖലകളിലും അവകാശപ്പെടാൻ പറ്റാത്ത ഒന്നാണ് ഈ സെക്യൂരിറ്റി. കാരണം ആ മേഖലയിൽ വർക്ക് ചെയ്ത ഒരാള് അയാൾ സേവ് ചെയ്തൊരു തുക കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വർക്ക് ചെയ്യുമ്പോൾ തന്നെ അടുത്ത തലമുറയ്ക്ക് അത് കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്ന ഒരു സെക്യൂരിറ്റി ഇവിടെയുണ്ട്. നാളെ ഞാനെന്നൊരു വ്യക്തി ഇവിടെ ഇല്ലെങ്കിൽ എന്റെ വരുമാനം 1 രൂപ പോലും കുറയാതെ എന്റെ വൈഫിലേക്ക് ചെല്ലും. വൈഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്തത് എന്റെ മോളിലേക്ക് എത്തും. അതാണ് ഈ സിസ്റ്റം തരുന്ന ഏറ്റവും വലിയ
സെക്യൂരിറ്റി. ഇന്നൊരു ബാങ്ക് മാനേജർ റിട്ടയർ ആയി കഴിഞ്ഞാൽ ആ പൊസിഷനിലേക്ക് അയാളുടെ മകനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഒരു ആർമി ജനറൽ അയാൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ അയാളുടെ മകനെ അവിടേക്ക് കയറ്റിയിരുത്താൻ പറ്റില്ല. അതിനൊക്കെ വ്യക്തമായ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും വേണ്ട സ്ഥലത്ത് ഇവിടെ നാളെ നിങ്ങൾ എന്നൊരു വ്യക്തിക്ക് എന്തെങ്കിലും കാരണവശാൽ ഇതിന്ന് മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത തലമുറയെ കൈ പിടിച്ചതിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ഒരു സെക്യൂരിറ്റി അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളോട് പറഞ്ഞത്. കാരണം 2006 ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് രാജൻ സാറും വൈഫും, അതായത് എന്റെ അമ്മ പ്രിയ മാഡം കൂടിയിട്ട് 2 ഐഡി വെച്ചിട്ട് എടുത്തു. അതിലൊരു ഐഡിയ ആണ് എനിക്ക് കൈമാറ്റം ചെയ്തത്. ആ ഐഡിയയിലാണ് ഞാൻ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാൻ വരുമ്പോൾ തന്നെ നല്ലൊരു വരുമാനത്തിലൂടെയാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നതെന്ന് എനിക്ക് പറയാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം അത് ഇതിന്റെ ഏറ്റവും വലിയ സെക്യൂരിറ്റി പ്രൂവ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പക്ഷേ ആ സെക്യൂരിറ്റി കിട്ടിയതിന് ശേഷം ഞാൻ ഒരു നിമിഷം പോലും RCM അല്ലാതെ വേറൊരു കാര്യത്തിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അപ്പൊ ഇവിടെ ആ സെക്യൂരിറ്റി ഉണ്ട്. നാളെ എന്റെ മകളുടെ ഒരു കാര്യം ആലോചിച്ച് എനിക്ക് യാതൊരു ടെൻഷനും ഇപ്പൊ നിലവില് ഇല്ല. കാരണം അവൾ നന്നായിട്ട് ജീവിക്കും, അവൾക്ക് വേണ്ട കാര്യങ്ങൾ അവൾക്ക് കിട്ടും, അവൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ പഠിക്കും, ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റിയിൽ പോവും, ഇഷ്ടമുള്ള യാത്രകൾ ചെയ്യും എന്നുള്ളതൊക്കെ എനിക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്നത് ഈ പ്രസ്ഥാനം എന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്, ഈ പ്രസ്ഥാനത്തിന്റെ ക്ലോസ് ആയിട്ടുള്ള അസോസിയേഷൻ ഉള്ളത് കൊണ്ടാണ്. ആ സെക്യൂരിറ്റി ഇന്ന് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇന്ന് നിലവില് RCM മാത്രമാണ്. അത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ 24 കൊല്ലെടുത്തു, 24-25 കൊല്ലെടുത്തു എനിക്കൊരു ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് ഈ പ്രസ്ഥാനത്തിൽ ഉള്ളത് കൊണ്ട് മാത്രം 6ാമത്തെ മാസത്തിൽ ഞാനും മോളും എന്റെ കുടുംബവും കൂടി പോയത് ബാലിയിലേക്കാ. അവളുടെ ആദ്യത്തെ ഫ്ലൈറ്റ് ജേർണി എത്രയായിരുന്നു? 6ാമത്തെ മാസത്തിലാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇത് എന്റെ കഴിവാണോ? അല്ല, ഈ സിസ്റ്റത്തിന്റെ കഴിവാണ്. എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത വ്യക്തികളുടെ കഴിവാണ്. ഇതിലെ ഓരോ വ്യക്തികളും, ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും കഴിവാണ്. ഈ കഴിവ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് മാത്രമല്ല നമ്മുടെ ടീം അംഗങ്ങൾക്കും കൂടി പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ പിടിച്ചാൽ കിട്ടുമോ? ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ സ്റ്റാർ അമറാൾ എന്ന് പറഞ്ഞൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്. 1,75,000 രൂപ പ്രതിമാസം വരുമാനം മേടിക്കുന്ന ഒരു ലെവലിലേക്ക് എത്താൻ എനിക്ക് കാര്യമായിട്ട് എന്റെ തലച്ചോറൊന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഉപയോഗിക്കേണ്ടി വന്നാലും അതിൽ കാര്യമായിട്ടൊന്നും പുറത്ത് വരാണ്ടാകുന്നില്ല. കാരണം അത്ര വലിയ ബുദ്ധിയുള്ള ആളൊന്നുമല്ല ഞാൻ. സാധാരണക്കാരനാണ് ഞാൻ. നേരത്തെ ഒരാൾ 25, 8, 10, 15, 0 അത് കണ്ടപ്പോ തന്നെ എനിക്ക് തലകറങ്ങിയ ആളാ. അപ്പൊ കണക്കിൽ ഞാൻ മഹാമോശ. ആ കണക്കിൽ മോശമായ ആള് ഇന്ന് കണക്കിലപ്പുറം ഉള്ളൊരു വരുമാനം മേടിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെല്ലാവർക്കും സാധിക്കും. ഈ വരുമാനം അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ബിസിനസിന്റെ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കാരണം ഇന്ന് മകൾക്ക് ഈ നവംബറിൽ 1 വയസ്സ് തികയും. 18 കൊല്ലം അപ്പുറം ലീഗലി ആൾക്കൊരു ID എടുക്കാനുള്ള അർഹതയുണ്ട്. ആ ഒരു 18 കൊല്ലം തികയുമ്പോൾ അവളെ ഞാൻ നോമിനി ആക്കി കഴിഞ്ഞാൽ 18 കൊല്ലം കഴിഞ്ഞാൽ എന്റെ വരുമാനം അവളിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ വരുമാനം എത്രയാവും എന്നുള്ളത് എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല. അതാണ് ഇന്ന് RCM ബിസിനസ്സിലേക്ക് വരാൻ പോകുന്ന മാറ്റം, രൂപാന്തരം. അല്ലെ? ആ രൂപാന്തരത്തിന്റെ ചെറിയൊരു ഗ്ലിംസ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. 25 കൊല്ലം കൊണ്ട് നടന്ന കാര്യങ്ങൾ അടുത്ത 5 കൊല്ലം കൊണ്ട് ഉണ്ടാവും എന്നാണ് സൗരവ് സാറ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇതിനി പിടിച്ചാൽ കിട്ടുമോ? പിടിച്ചാൽ കിട്ടില്ല. ഇവിടെ സുഭാഷ് സാറ് കേൾക്കുന്നുണ്ട്, ഗവൺമെന്റ് ഒഫീഷ്യലാണ്, അദ്ദേഹം കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകള് ജനിച്ചു വീഴുന്നത് RCM ആണെന്ന് ലിറ്ററലി നമുക്ക് പറയാം. കാരണം അത്രയും കുഞ്ഞായിരുന്നപ്പോ RCM കാണുന്ന ആളാ. ആ കുഞ്ഞിന് 18 വയസ്സാകുമ്പോ ആ കുഞ്ഞിന് ഏത് പൊസിഷനിലേക്ക് എത്തുക നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ ഇവിടെ നമ്മൾ അസോസിയേറ്റ് ചെയ്ത ഓരോ വ്യക്തികളുടെയും മക്കളുടെ ഒരു ഫ്യൂച്ചർ നമ്മൾ ഓൾറെഡി സെക്യൂർ ആക്കി കഴിഞ്ഞു. ഒരു ID എടുത്തതിന്റെ കെയർ ഓഫിൽ മാത്രം. പക്ഷെ അത് മാത്രം പോരാ, എത്ര സെക്യൂർ ആക്കാൻ പറ്റും? അതിന് എന്ത് വേണം? അതിന് ഒറ്റ കാര്യം ചെയ്യണ്ടോ? ആക്ഷൻ, 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 ആക്ഷൻ. ഇതൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ അതിന് കുറച്ച് പണിയെടുക്കണം. അതിൽ ആദ്യത്തെ പണിയാണ് എന്താ? നമ്മൾ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കൂട്ടുക. അത്രേ ഉള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തിന്റെ ഉപയോഗം തന്നെ കൂട്ടുക. നിലവിൽ ഉപയോഗിക്കുന്നത് കുറവാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇനിയും വേണമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്ക് സപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സപ്ലിമെന്റ് ചെയ്യണം. കാരണം ഇന്ന് പല കമ്പനികളുടെയും പ്രൊഡക്റ്റുകൾ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നുണ്ടെന്ന് കെയർ ഓഫിൽ നമ്മൾ RCM ഉൽപ്പന്നങ്ങൾ വാങ്ങില്ല. അത് കഴിഞ്ഞിട്ട് വാങ്ങാന്ന് വിചാരിക്കും. അതിട്ട് കഴിയൂല, ഇവിടുന്നിട്ട് വാങ്ങൂല. ഇതുകൊണ്ടാണ് എന്താവുന്നത്? PV കുറഞ്ഞു വരുന്നത്. പക്ഷേ നിങ്ങളുടെ വീട്ടിലെ ഓരോ ഉൽപ്പന്നങ്ങൾ വീക്ഷിച്ച് ഇതിൽ ഏതൊക്കെയാണ് RCMുമായിട്ട് സപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ PV സ്പോട്ടിൽ കൂടും. ഇന്ന് രാത്രി ഇപ്പൊ 10 മണിയായി. 10 മണിക്ക് നിങ്ങളുടെ PV കൂട്ടാൻ പറ്റാൻ ഒറ്റ വഴിയുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ RCM അല്ലാത്ത എന്തെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടെങ്കിൽ അതിനെ RCMുമായിട്ട് സപ്ലിമെന്റ് ചെയ്യുക. ഗിഫ്റ്റ് കൊടുക്കുന്ന സ്ഥലത്ത് RCMന്റെ ഉൽപ്പന്നങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുക. അതാ ഒരുപാട് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ലിപ് ബ്ലഷ്. ഇത് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ഒരുപാട് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ഒരുപാട് ബർത്ത്ഡേ ഫംഗ്ഷന് വേണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാം. ഈ എന്താ പറയാ, മെൻസ്ട്രേഷൻ ആവുന്ന സമയത്ത് ആചരിക്കുന്ന ആ ചടങ്ങിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് വേണമെങ്കിൽ ഗിഫ്റ്റ്
കൊടുക്കാൻ പറ്റും. അങ്ങനെ RCMന്റെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. ദീപാവലി ഇപ്പൊ കഴിഞ്ഞുള്ളൂ. RCMന്റെ അനവധി മിക്സറുകളുണ്ട്, ബിസ്ക്കറ്റുകളുണ്ട്, നമ്മുടെ ഗുലാബ് ജാമുൻ ഉണ്ട്, രസഗുള, ഇതൊക്കെ ഒരു പാക്കേജ്, ഒരു കോംബോ ആക്കിയിട്ട് വേണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് PV കിട്ടുന്നതാണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ ഉൽപ്പന്നം 100% ഉപയോഗിക്കുക എന്നുള്ളതാ. 90-99% അല്ലതാ. ഈ ലിപ്ലഷ് വന്നിട്ട് ഇപ്പോ കഷ്ടിച്ച് 1.5 ആഴ്ച ആയിട്ടുള്ളൂ. എന്റെ വീട്ടിൽ ലിപ്ലഷ് ഇപ്പൊ 2 ഇരിക്കുന്നുണ്ട്. ഇതെന്താണെന്നറിയാലോ ജിജ്ഞാസ. ആ ജിജ്ഞാസയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇതിപ്പോ ഞാൻ കഴിക്കുന്നതാണ്. ഞാൻ കവർ എന്റെ കയ്യിൽ ഇല്ല, കാരണം കവർ ഞാൻ കളഞ്ഞു. ഇതൊക്കെ ഇപ്പൊ ഞാൻ കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? എന്തിനു വേണ്ടിയിട്ടാ ലിസി മാഡം? എന്തിനു വേണ്ടിട്ടാ ജയസിംഗ് സാറേ? മുടി വരാൻ വേണ്ടിയിട്ട്. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് മുടി പോയതല്ല, ഇത് തേക്കാൻ വേണ്ടി ഞാൻ മുടി കുറച്ച് കളഞ്ഞതാ. അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത ഗുളിക കഴിച്ചിട്ടില്ല. അപ്പൊ ഈ ഗുളിക കഴിച്ചിട്ട് രാത്രി കിടക്കണേക്കാളും മുന്നേ തല മസാജ് ചെയ്തിട്ട് കഴിക്കാം കേട്ടാ. അപ്പൊ ഗുളികയുണ്ട്, അതുപോലെ തന്നെ ഹെയർ റിവൈവൽ എന്തുണ്ട്, സെറം ഉണ്ട്, ഓയിൽ ഉണ്ട്, ഷാമ്പു ഉണ്ട്. 100%, 101% പറ്റുകയാണെങ്കിൽ 101%. അതിലൊരു കോംപ്രമൈസ് ഇടാൻ പാടില്ല. RCMന്റെ റെയിൻകോട്ടുകൾ ഞാനിപ്പോ 7ാമത്തെ 8ാമത്തെ റെയിൻകോട്ടാണ് ഇടുന്നത്. ചിലപ്പോ കീറും. എല്ലാ ഉൽപ്പന്നങ്ങളും എല്ലാ കാലം നിലനിൽക്കണമെന്നൊന്നുമില്ല. ഡിഫക്റ്റുകൾ ഉണ്ടായേക്കാം. അത് കീറി ഞാൻ അടുത്ത റെയിൻകോട്ട്, ഞാൻ ആരോടും പരാതി പറയാനൊന്നും പോയില്ല. ഞാൻ പോയി റെയിൻകോട്ട് അടുത്ത് വാങ്ങി. കാരണം ഈ റെയിൻകോട്ട് മേടിച്ച PV കിട്ടുന്നത്. ഞാൻ പുറത്തുനിന്ന് പോയിട്ട് റെയിൻകോട്ട് കീറാത്ത മേടിച്ച 7 കൊല്ലം ഞാൻ റെയിൻകോട്ട് ഇടേണ്ടി വരും. ഒരു PV പോലും എന്റെ അക്കൗണ്ടിലേക്ക് കയറില്ല. ഇപ്പൊ അത്യാവശ്യം PV കയറിയിട്ടുണ്ട്. അപ്പൊ ഇൻക്രീസ് യുവർ പ്രൊഡക്റ്റ് യൂസേജ്. രണ്ടാമത്തെ കാര്യം എന്താ? ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളിലോടും സംസാരിക്കാൻ പറ്റുന്ന സന്ദർഭമാണെങ്കിൽ നിങ്ങൾ RCM പറയുക. അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല. ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്, മഴ പെയ്തു, നിങ്ങളുടെ ഭാഗ്യം, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു. കാരണം കൂടെ ഇരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല, കാരണം അയാളുടെ കയ്യിൽ കൊടയില്ല. അയാൾ ഇരുത്തി അവിടെ കാര്യങ്ങൾ പറയാം. ബസ്സിൽ യാത്ര ചെയ്യാണ്, ബസ്സിൽ നിങ്ങളുടെ സഹയാത്രി കുറച്ചും കൂടി ദൂരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവരോട് കാര്യങ്ങൾ പറയാം. അത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് പറയാനുള്ള ഒരു അവസരമുണ്ട്, അവിടെ പറയുക, കോണ്ടാക്ട് കാർഡ് കൊടുക്കുക, വിളിക്കുക, ഫോളോ അപ്പ് ചെയ്യുക. അത്രേ ഉള്ളൂ. ജോയിനിങ് ഒരിക്കലും നിർത്തരുത്. എത്ര വലിയ ലെവലെത്തിയാലും കീപ്പ് ഓൺ ജോയിനിങ്. ആരെ കണ്ടാലും RCM പറയാനുള്ള ഒരു അവസരം നമ്മൾ എന്ത് ചെയ്യുക, സൃഷ്ടിച്ചിട്ട്. അപ്പൊ നാളെ ഞാൻ ഉബറിൽ കയറി ആ വ്യക്തി ചോദിച്ചു എന്താ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു ഞാൻ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന, ആൾക്കാർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന, ആൾക്കാർക്ക് ഹെൽത്ത് കൊടുക്കും. ഹൈ, അതെന്താ പരിപാടി? സാമൂഹ്യ സേവനം വലുതാണ്. ഞാൻ പറഞ്ഞു ഇതൊരു സാമൂഹ്യ സേവനമാണ്. RCM എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. ആളുടെ വീട് വരുന്ന മുള്ളൂർക്കര. ഞാൻ പറഞ്ഞു ഇവിടെ ഓട്ടുപാറ ഒരു ഷോപ്പ് ഉണ്ട്, അവിടേക്ക് ഞാൻ ഒരു ദിവസം വിളിക്കുന്നുണ്ട്, എന്തായാലും ഈ ഓട്ടോ ഒന്ന് കഴിഞ്ഞിട്ട് നമ്പർ ഒന്ന് തന്നോളൂ. നമ്പർ മേടിച്ചു, അത്രേ ഉള്ളൂ. വേറെ അതിലൊന്നും പറയാനില്ല, കഴിഞ്ഞു. അപ്പൊ ജോയിനിങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യണം. പിന്നെ എന്ത് വേണം? നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? ഈവന്റുകൾ അറ്റൻഡ് ചെയ്യിപ്പിക്കണം. നമ്മൾ ആദ്യം ഈവന്റുകൾ അറ്റൻഡ് ചെയ്യണം, കൂടെ വരുന്ന ആൾക്കാർ ഈവന്റ് അറ്റൻഡ്. കാരണം ഈ പരിപാടിയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാശ് കിട്ടുക. അറ്റൻഡ് ഈവന്റ്സ് മേക്ക് ടീം അറ്റൻഡ് ഈവന്റ്സ്. നമ്മൾ ഈവന്റുകൾ അറ്റൻഡ് ചെയ്യുക, ടീമിനെ എന്തുകൊണ്ട് ചെയ്യുക? ഈവന്റുകൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുക. കാരണം വലിയ വലിയ ഈവന്റുകളിലാണ് ഇവരുടെ കണ്ണ് പോപ്പപ്പ് ആവുക. കാരണം ഇത്രയധികം ആൾക്കാർ ഇതിൽ അസോസിയേറ്റ് ആയിട്ടുണ്ട്, ഇത്രയും ജനങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടോ, ഇത്രയും ആൾക്കാർക്ക് അച്ചീവ്മെന്റ് കിട്ടുന്നുണ്ട്, ഇത്രയും ആൾക്കാർക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ഇതാണല്ലേ ഇതിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ. ഇത്രയും ഉൽപ്പന്നങ്ങളുണ്ട്, ഇത്രയും ശ്രേണികളുണ്ട് എന്നൊക്കെ വീഡിയോ കാണുമ്പോൾ അവരെ കണ്ണ് തള്ളിപ്പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മുടെ കണ്ണ് തള്ളുക, പിന്നെ ബാക്കിയുള്ളവരെ കണ്ണ് തള്ളിപ്പിക്കുക. അറ്റൻഡ് ഈവന്റ്സ് ആൻഡ് മേക്ക് ടീം അറ്റൻഡ് ഈവന്റ്സ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ക്യാഷ് ചെയ്യാൻ പറ്റുക. കാരണം നമ്മളല്ല പറയുന്നത്, തേർഡ് പാർട്ടിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ അതിനെ കുറച്ചും കൂടി ഒരു സ്വീകാര്യത കിട്ടാൻ അത് സഹായിക്കും. ഇവന്റുകൾ എന്ന് പറഞ്ഞാൽ വലിയ ഇവന്റുകൾ മാത്രമല്ല, ഷോപ്പ് കേന്ദ്രീകരിച്ച് നടത്തുന്ന ലീഡർമാരുടെ മീറ്റിങ്ങുകൾ, ഒരു പർട്ടിക്കുലർ ഹോൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ലീഡർമാരുടെ മീറ്റിങ്ങുകൾ, അവിടെ നമ്മൾ ആദ്യം അറ്റൻഡ് ചെയ്യുക, നമ്മുടെ കൂടെ ആൾക്കാരെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കുക. 4ാമത്തെ കാര്യമാണ് ഹോം മീറ്റിംഗ്. ഈ ബിസിനസ്സിൽ ഇന്ന് മുൻനിരയിൽ കാണുന്ന ഏത് ലീഡറിനോട് നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി അവർ പറയുള്ളൂ, അതാണ് ഹോം മീറ്റിംഗ്. കാരണം ഒരു വീടിന്റെ സുരക്ഷിത ഉള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ RCMന്റെ സാധ്യത പറഞ്ഞ് അയാൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് അത് വേറൊന്നും കൊണ്ടല്ല. കാരണം ആ സെക്യൂരിറ്റി അയാൾ ഒരുപാട് പണി എടുത്തിട്ടുണ്ടാക്കിയതാണ്. ഈ സെക്യൂരിറ്റി നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഇന്ന് RCM മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ എന്ന് അയാളുടെ ഉള്ളിലേക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ പറയാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥലം അയാളുടെ വീട് തന്നെയാണ്. അതുകൊണ്ട് എന്ത് പറയണം? ചേട്ടാ, ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ പറയണം, ചേട്ടാ ഞങ്ങളുടെ കമ്പനിയുടെ സൈഡിൽ നിന്ന് ആദ്യത്തെ ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് തികച്ചും ഫ്രീ ആയിട്ട് ഒരു മീറ്റിംഗ് ഞങ്ങൾ തരാൻ ബാധ്യസ്ഥരാണ്, അത് കമ്പൽസറി ആണ്, നിങ്ങൾക്ക് ഞങ്ങൾ തരും. അപ്പൊ അത് ചേട്ടൻ മാത്രം കേട്ടാൽ മതി, അത് ചേട്ടന്റെ അയൽപക്കത്തെ കുറച്ച് പേരെ കേൾപ്പിച്ച ചേട്ടന് ലാഭം ഉണ്ടാവും എന്നുള്ളത് ചേട്ടൻ ചിന്തിച്ചാൽ മതി. ഒരു ദിവസം സെറ്റ് ചെയ്യുക, അയൽപക്കത്തെ വിളിച്ചാൽ വരുന്ന കുറച്ച് പേരെ വിളിക്കുക, ചേട്ടന്റെ ബന്ധുക്കളെ ഒന്ന് വിളിക്കുക, ബാക്കി കാര്യങ്ങൾ ഞാനും എന്റെ ലീഡറും വന്ന് ചെയ്യുന്നതായിരിക്കും. അത്രേ ഉള്ളൂ. ഇതാണ് ഹോം മീറ്റിംഗ്. ഇത് തുടക്കത്തിൽ തന്നെ പറയണം. ജോയിൻ ചെയ്യുന്ന നിമിഷം തന്നെ നമ്മൾ അവരോട് പറയണം, 2 ആഴ്ചക്കുള്ളിൽ കമ്പനി ഒരു ഫ്രീ മീറ്റിംഗ് തരും. ആ ഫ്രീ മീറ്റിംഗിന്റെ ഡേറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. അത്രേ പറയണ്ടോ? 30 പേര് വേണം, 40 പേര് വേണം, 50 പേര് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു 5-6 പേര് വന്നാൽ പോലും വി ആർ ഗുഡ് വിത്ത് ദാറ്റ്. കാരണം 10 പേരോട് 10 മണിക്കൂർ എടുത്ത് പറയുന്നതിന് പകരം 10 പേരെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് 1 മണിക്കൂർ എടുത്ത് പറയാണ് ലാഭം.
അവിടെ 10 പേരോട് പറഞ്ഞാൽ ഒരാൾ വരുമെങ്കിൽ മറ്റോടത്ത് 10 മണിക്കൂർ നമ്മൾ അനാവശ്യമായിട്ട് പോകും. ഇവിടെ 1 മണിക്കൂറിനുള്ളിൽ ഒരാൾ വന്നാൽ അത് നമുക്ക് ലാഭകരമായ ഒരു കാര്യമാണ്. സോ ഹോം മീറ്റിംഗ് ഫോക്കസ് ചെയ്യുക. കൂടെ വരുന്ന ഓരോ വ്യക്തികളുടെ വീട്ടിൽ ഹോം മീറ്റിംഗ് വെച്ചിരിക്കണം. അതിൽ ഒരു വിധത്തിൽ വിട്ടുവീഴ്ച നിങ്ങൾ ചെയ്യരുത്. കാരണം അങ്ങനെ വിട്ടുവീഴ്ച ചെയ്താൽ അത് ബിസിനസിനെ കൊല്ലുന്നതിന് തുല്യമാണ്. ഇനി ഷോപ്പ് ബേസ്ഡ് ഫീൽഡ് വർക്ക് ആൻഡ് മീറ്റിംഗ്സ്. ഈ ഹോം മീറ്റിംഗ് വെക്കാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാനുള്ളത് വേറെ ഒന്നല്ല, എല്ലാ വീടുകളിലും ഇതിനെ അനുകൂലിച്ചുള്ള ഒരു രീതിയിലായിരിക്കില്ല സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ ഭർത്താവ് എതിർത്ത് നിൽക്കുന്ന ഒരു വീടാണെങ്കിൽ അവിടെ ഹോം മീറ്റിംഗ് വെച്ചാൽ നിങ്ങൾക്ക് ആ ഭർത്താവിന് ഒരു തേർഡ് പാർട്ടി എന്നുള്ള നിലയിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റും. കാരണം ഭാര്യ പറഞ്ഞ ആൾ കേൾക്കില്ല. ഭാര്യയാണ് എതിർത്ത് നിൽക്കുന്നതെങ്കിൽ ആ ഹോം മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടുകാരുമായിട്ട് ഒരു മീറ്റിംഗ് വെച്ചിട്ട് അവരിത് കൺവിൻസ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കിൽ ദ ഫയർ ബിഫോർ ഇറ്റ് കിൽസ് യു. തീനെ നിങ്ങളെ കൊല്ലുന്നതിനേക്കാൾ മുന്നേ തീനെ കെടുത്താന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അതുകൊണ്ടാണ് ഹോം മീറ്റിംഗ് തുടക്കത്തിൽ തന്നെ വെക്കണം എന്ന് പറയുന്നത്, നീട്ടി കൊണ്ടുപോകരുത്. അഞ്ചാമത്താണ് ഷോപ്പ് ബേസ്ഡ് ഫീൽഡ് വർക്ക് ആൻഡ് മീറ്റിംഗ്. പുതിയ ഷോപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം തന്നെ, കഴിഞ്ഞ മാസം തന്നെ ഏകദേശം 5-6 ഷോപ്പുകൾ വന്നിട്ടുണ്ട്. ഈ ഷോപ്പുകളെ കേന്ദ്രീകരിച്ച് എന്ത് ചെയ്യുക? ഫീൽഡ് വർക്ക് ചെയ്യുക. ഷോപ്പുകളെ നിങ്ങളുടെ അസറ്റ് ആക്കിയിട്ട് മാറ്റുക. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റാ. ആ ഇൻവെസ്റ്റ്മെന്റിനെ നിങ്ങളുടെ ബിസിനസിനെ വളർത്താനുള്ള ഒരു കാരണമാക്കി മാറ്റി അവിടെ മീറ്റിംഗുകൾ സംഘടിപ്പിക്കുക. പുതിയ വരുന്ന ആൾക്കാരെ ഷോപ്പ് കൊണ്ടുപോയി ഒന്ന് കാണിക്കുക. അപ്പൊ അവർക്ക് മനസ്സിലാവും ഇത്രയും ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്ന്. അവരെ നിങ്ങളുടെ ഡിസ്പ്ലേ ബോർഡ് കൊണ്ട് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നോക്കുമ്പോൾ 4, 8, 10 ഉൽപ്പന്നമാണല്ലോ. ഈ 10 ഉൽപ്പന്നം വെച്ചിട്ടാണോ ഇയാൾ 25 ലക്ഷത്തിന്റെ കച്ചവടം എന്ന് പറയും. പക്ഷെ ആ കടയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ കാണുമ്പോൾ ആൾ ചോദിക്കും, പെയിന്റ് ഉണ്ടോ? പെയിന്റ് ഉണ്ടല്ലോ. ഷൂലിടുന്ന പോളിഷ് ഉണ്ടല്ലോ, ആ പോളിഷ് ഉണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഇയാൾ ഇത് കാണുള്ളൂ. അപ്പൊ ഇയാൾ നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മുടെ ഡിസ്പ്ലേ ബോർഡിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ശ്രേണി നമ്മൾ കൂട്ടാൻ അത് കാരണമായിട്ട് മാറും. അപ്പൊ ഷോപ്പ് ബേസ്ഡ് ഫീൽഡ് വർക്ക് ആൻഡ് മീറ്റിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് 6ാമത്തെ പോയിന്റ് ആണ് സെയിൽസ്. ഒരാൾ പോലും സെയിൽ ചെയ്യാതിരിക്കരുത്. കാരണം സെയിലാണ് നിങ്ങളുടെ സ്കില്ല് കൂട്ടുക. ഒരാൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കാനും അയാളോട് എപ്പോ എങ്ങനെ പറയണം എന്നുള്ളതൊക്കെ പഠിപ്പിച്ചു തരുന്നത് സെയിൽസാണ്. അതിനെന്ത് വേണം? നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് ഇറങ്ങണം. ഒറ്റയ്ക്ക് ഇറങ്ങണ്ട, നമ്മുടെ കൂടെ ഒരു 4 പേരെ കൂട്ടിയിറക്കി അവരെ കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത്. പിന്നെ അവർ ഇൻഡിപെൻഡന്റ് ആയിക്കോളും. പക്ഷെ വരുന്ന ഓരോ വ്യക്തികളും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ അവരെ സെയിലിന് നമ്മൾ എന്ത് ചെയ്യുക? ഇറക്കുക. ആൻഡ് ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഈസ് ട്രെയിനിങ് എടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കാൻ പഠിപ്പിക്കുക. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. കാരണം ട്രെയിനിങ് ഇല്ലാതെ ഈ ബിസിനസ്സിൽ നമുക്ക് വളരാൻ സാധിക്കില്ല. ഇന്ന് കാണുന്ന അർജുനിലേക്ക് ഞാൻ എത്താനുള്ള കാരണം എന്റെ ലീഡേഴ്സിൽ നിന്ന് എനിക്ക് ശക്തമായിട്ടുള്ളതും വ്യക്തമായിട്ടുള്ളതും ട്രെയിനിങ്ങൾ കിട്ടിയത് കൊണ്ടാണ് ഇന്ന് ഇത്രയെങ്കിലും എനിക്ക് കഴിവോട് കൂടിയിട്ട് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ സാധിക്കുന്നത്. മൂർത്തി സാറിന്റെ, ഗിരീഷ് സാറിന്റെ, എന്റെ അച്ഛന്റെ, ഇവരെല്ലാവരും ട്രെയിനിങ് ആണ് എന്നെ ഇന്ന് കാണുന്ന ഈ തലത്തിലേക്ക് ഉയർത്താൻ സഹായിച്ചത്. അതുകൊണ്ട് ട്രെയിനിങ് എടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി പഠിപ്പിക്കുക. അല്ലെങ്കിൽ അഭിമന്യുവിനെ പോലെ ആയി പോകും. ചക്രവ്യൂഹത്തിന്റെ ഉള്ളിലേക്ക് ചെല്ലും, അതിനെ ഭേദിക്കാൻ അറിയാതെ അതിന്റെ ഉള്ളിൽ തന്നെ കടന്ന് ചക്രശ്വാസം വലിക്കുന്ന തരത്തിലേക്ക് മാറും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ ആ ചക്രവ്യൂഹം ഭേദിച്ച് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. RCM ബിസിനസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു റോഡാണ്, ഒരു NH പോലത്തെ റോഡാണ്. പക്ഷെ അവിടെ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇടയ്ക്കും തലയ്ക്കായിട്ട് എന്ത് വരും? ചില വണ്ടികൾ ഓവർടേക്കും, ചില സ്ഥലത്ത് കുണ്ടും കുഴിയും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ വ്യക്തമായിട്ടുള്ള ട്രെയിനിങ് നമ്മൾ നേടിയേ പറ്റൂ. അതുകൊണ്ട് എവിടെയൊക്കെ ട്രെയിനിങ് ഉണ്ടോ അത് നിങ്ങളെ അപ്പ് ചെയ്യാനുള്ളതാണ്. ചിലപ്പോ സ്പീക്ക് ട്രെയിനിങ് ആയിരിക്കും, നിങ്ങളൊരു പ്രോഗ്രാമിൽ ചിലപ്പോൾ എങ്ങനെ സംസാരിക്കുന്നുള്ളതിന്റെ ട്രെയിനിങ് ആയിരിക്കും, സ്റ്റേജ് ഹാൻഡിൽ ചെയ്യാനുള്ള ട്രെയിനിങ് ആയിരിക്കും, സെയിൽസിന്റെ ട്രെയിനിങ് ആയിരിക്കും, കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് ആയിരിക്കും, സിസ്റ്റം ട്രെയിനിങ് ആയിരിക്കും. ഏത് ട്രെയിനിങ് ആണെങ്കിലും മിസ്സാവാതെ നമ്മൾ ഉൾക്കൊള്ളുക. പക്ഷെ അത് ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടെ ടീമിലേക്ക് അത് പകർന്നു കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ അറിവ് കൂടുക. ആ ടീമിന് അത് അടുത്ത ആൾക്കാർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോ ഇവിടെ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട നിങ്ങൾ ഓരോരുത്തർക്കും വിജയാശംസകൾ ഞാൻ നേരുന്നു. ഈ വരുന്ന നവംബർ മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മാസമായിട്ട് മാറട്ടെ, ഏറ്റവും വിജയം തരുന്നൊരു മാസമായിട്ട് മാറട്ടെ. അതിന്റെ തുടർ മാസമായിട്ട് ഡിസംബറും ഇന്നേ വരെ കാണാത്ത വിജയങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ഞാൻ ഇവിടെ ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു. അത് എനിക്ക് സന്തോഷം. അത് എന്നെ ക്ഷണിച്ച ബിനു സാറിനും 1000 നന്ദി നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ജയ് RCM, ഗുഡ് RCM, ജയ് ഹിന്ദ്. താങ്ക് യു.